welcome back to the another session. Last session fielding into കുറച്ച് നീണ്ടുപോയി and initially കുറച്ച് technical difficulties face ചെയ്തിട്ടുണ്ടായിരുന്നു and also need to cover ground fielding, throwing, catching. So altogether I think it took almost 1.5 hours. Okay, so this session of wicket keeping is mainly focused on technique. നമ്മൾ ഫസ്റ്റ് കോച്ചസ് വെബിനാർ സീരീസിൽ വിക്കറ്റ് കീപ്പിംഗിന്റെ വേറൊരു വേർഷൻ ഫുള്ളായിട്ട് കവർ ചെയ്തു. entirely apart from technique, what are the challenges wicket keeper faces in a match, അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ്, ആ ഒരു ആംഗിളിലായിരുന്നു ഫസ്റ്റ് ദ വിക്കറ്റ് കീപ്പിംഗ് പ്രസന്റേഷൻ പ്രിപ്പയർ ചെയ്തത്. ബട്ട് ദിസ് വിക്കറ്റ് കീപ്പിംഗ് സെഷൻ ഇസ് entirely focused on the technical aspects. Okay, അപ്പോൾ ഇതിലുള്ള മിക്ക സ്ലൈഡ്സും നത്തിങ് ന്യൂ ടു ദോസ് ഹു ആർ ഇൻ ദ ഗ്രൂപ്പ്. അഗെയിൻ ലെവൽ 1 നോട്ട്സ് തന്നെയാണ് കൂടുതലും. അതിൻ്റെ കൂടെ കുറച്ച് വീഡിയോസ് മാത്രം ആഡ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് വിൽ നോട്ട് ടേക്ക് മോർ ടൈം. മാക്സിമം 1 hour ഫിനിഷ് ചെയ്യും. സോ ഇറ്റ്സ് മോർ ഓഫ് എ റിഫ്രഷർ കോഴ്സ്, റൈറ്റ്? സോ നമുക്ക് ഫസ്റ്റിൽ തന്നെ ഒരു വീഡിയോ കണ്ട് തന്നെ തുടങ്ങാം. ഐ തിങ്ക് യു ഓൾ ക്യാൻ വാച്ച് ദ വീഡിയോ. വീഡിയോ കാണാമോ? കാണാൻ പറ്റുന്നുണ്ട്. യെസ്. ഇംഗ്ലീഷ് വിക്കറ്റ് കീപ്പർ ജാക്ക് റസലിന്റെ ഒരു വിക്കറ്റ് കീപ്പിംഗ് ബ്രില്യൻസിന്റെ വീഡിയോ കൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എത്ര അനായാസമായിട്ടാണ് ആ ഗ്ലൗ വർക്കും അതേപോലെ തന്നെ ഫൂട്ട് വർക്കും എത്ര എളുപ്പത്തിൽ തന്നെ ലെങ്തി പിക്ക് ചെയ്ത് അതിനനുസരിച്ചിട്ട് ഗ്ലൗ ബോളിന്റെ ബാക്കിൽ പ്രസന്റ് ചെയ്യുന്ന ആ ഒരു സ്മാർട്ട്നെസ്സും അതൊക്കെ തന്നെ ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഒന്നും കൂടെ ഇടാമോ വീഡിയോ? യെസ് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. പ്ലേ ആവുന്നുണ്ടല്ലോ വിക്കറ്റ് കീപ്പിംഗ്. സോ വൺ ഓഫ് ദ ബെസ്റ്റ് വിക്കറ്റ് കീപ്പർ ആണ് വേൾഡ് ക്രിക്കറ്റ് കണ്ടതിൽ ജാക്ക് റസൽ. അങ്ങയുടെ വിക്കറ്റ് കീപ്പിംഗ് ബ്രില്യൻസിന്റെ വീഡിയോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വെറും ബോൾ കളക്ട് ചെയ്യാന്ന് മാത്രമല്ല, ബോൾ കളക്ട് ചെയ്തതിനു ശേഷം അത്രയും അവയർ ആണ് ബാറ്റ്സ്മാൻ. ബാക്ക് ഫുട്ട് സ്ലൈറ്റ്ലി ഓഫ് ഫ്രം ദ ക്രീസ് ആണെങ്കിൽ തന്നെ പുള്ളി സ്റ്റംപ് ചെയ്യുന്നുണ്ട്. സോ വിക്കറ്റ് കീപ്പിങ്ങിന് വേണ്ട ഒരു സ്കിൽ സെറ്റിന്റെ അവയർനെസ് അല്ലെങ്കിൽ സ്കിൽ സെറ്റിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്ന ഒരു വീഡിയോ ആണ്, റൈറ്റ്? സോ മൂവിങ് ടു ദി നെക്സ്റ്റ് സ്ലൈഡ്. Another English wicketkeeper Alan Norton's ഒരു quote ഇത്. An ideal wicketkeeper is the one who possesses a safe and soft pair of hands. He is brave, mentally strong and has as much stamina as a fast bowler. എനിക്ക് തോന്നുന്നു 1990s കളിച്ച പ്ലെയർ ആണ് അലൻ നോട്ട്. അപ്പൊ അന്നത്തെ കാലത്ത് പുള്ളി വിക്കറ്റ് കീപ്പ് ചെയ്തതിന് ശേഷം പുള്ളിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തൊരു കോട്ടാണ്. അതൊരു വിക്കറ്റ് കീപ്പർക്ക് വേണ്ട സ്കിൽ സെറ്റിനെ കുറിച്ചിട്ട് പുള്ളി മെൻഷൻ ചെയ്തിട്ടുണ്ട്. സേഫ് ആൻഡ് സോഫ്റ്റ് പെയർ ഓഫ് ഹാൻഡ്സ് വേണമെന്നുള്ളത്. വിക്കറ്റ് കീപ്പർ ഷുഡ് ബി ബ്രേവ് മെന്റലി. ആ ഒരു മൈൻഡ് സെറ്റിനെ കുറിച്ചിട്ടും മെന്റൽ ടഫ്നെസ്സിനെ കുറിച്ചിട്ടും പുള്ളി കോട്ടിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം യു ഓൾസോ മെൻഷൻ അബൌട്ട് ദ ഫിറ്റ്നസ് ഓൾസോ, റൈറ്റ്? അപ്പം ഫാസ്റ്റ് ബോളേഴ്സിൽ നോർമലി ബാക്കിലാണ് വിക്കറ്റ് കീപ്പർ നിൽക്കാൻ വേണ്ടിയിട്ട് മീഡിയം ബേസസ് എറിയുന്ന സമയത്ത് അല്ലെങ്കിൽ ബാറ്റ്സ്മാന്റെ മുകളിൽ കുറച്ച് എക്സ്ട്രാ പ്രഷർ ബിൽഡ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ അപ് ടു ഒക്കെ നിൽക്കും. അപ്പൊ ആ സമയത്തൊക്കെ വിക്കറ്റ് കീപ്പർ കുറച്ചും കൂടെ ആ ഒരു ചാലഞ്ച് ഏറ്റെടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഒക്കെ കാണിക്കാൻ ഈ ഷുഡ് ബി ബ്രേവ് ഓൾസോ, റൈറ്റ്? അതേപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വിക്കറ്റ് കീപ്പിംഗ് സെഷനിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏറ്റവും കൂടുതൽ ഫീൽഡിൽ പ്ലേയിങ് ഇലവനിൽ അല്ലെങ്കിൽ ക്രിക്കറ്റ് ടീമിൽ ഫിറ്റ് ആയിരിക്കേണ്ട ഒരു പ്ലെയർ ആണ് വിക്കറ്റ് കീപ്പർ. ഇപ്പം 50 overs മാച്ച് കളിക്കുകയാണെങ്കിൽ 300 balls വിക്കറ്റ് കീപ്പർ സ്കോർ ചെയ്യണം. ലോങ് വേർഷൻസ് കളിക്കുകയാണെങ്കിൽ 90 overs അവർ ടീം ഇസ് ബോളിംഗ് 540 balls സ്കോർ ചെയ്യണം. അതിന്റെ ഇടയിൽ സ്പ്രിന്റ് ടു ഗെറ്റ് ബിഹൈൻഡ് ദ സ്റ്റംസ് ടു കളക്ട് ദ ത്രോസ്. അപ്പം ഒരുപാട് സ്ട്രെയിന്, ഫിസിക്കൽ സ്ട്രെയിനും മെന്റൽ സ്ട്രെയിനും എല്ലാം അടങ്ങിയ ഒരു സ്കില്ലാണ് വിക്കറ്റ് കീപ്പിംഗ് എന്നുള്ളത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് സ്കിൽ വൈസും ഫിറ്റ്നസ് വൈസും മെന്റലിയും എല്ലാം പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ 30 years back Alan Knott got it beautifully in 3 lines. അപ്പോൾ വിക്കറ്റ് കീപ്പിംഗ് എന്നുള്ളത് താങ്ക്ലെസ് ജോബാണ്. നമുക്കറിയാം 200-300 ബോൾ 50 overs കളിക്കുകയാണെങ്കിൽ 300 ബോളിൽ ചിലപ്പം 1-2 ബോളായിരിക്കും ചിലപ്പോൾ ഒരു കോൺസെൻട്രേഷൻ പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഒരു എന്താ പറയാ മെന്റൽ ഫാറ്റീഗ് വന്നിട്ടുണ്ടാകും, വാട്ട് എവർ വേസ്.
ഒരു ക്യാച്ചോ അല്ലെങ്കിൽ റൺഔട്ടോ ഒരു മിസ്സാക്കുന്ന സമയത്ത് 298 ബോൾ നല്ല രീതിയിൽ വിക്കറ്റ് കീപ്പ് ചെയ്തതിനെ കുറിച്ചിട്ട് ആരും മെൻഷൻ ചെയ്യില്ല. എവരി വൺ വിൽ ബി ടോക്കിംഗ് അബൌട്ട് ദ വൺ മിസ്റ്റേക്ക് ദ വിക്കറ്റ് കീപ്പർ ആസ് ഡ്രോപ്പ് ഓർ വൺ ഓപ്പർച്യൂണിറ്റി ദ വിക്കറ്റ് കീപ്പർ ആസ് ഡ്രോപ്പ്. അപ്പം 95-98% നല്ല കാര്യം ചെയ്തതിനെ കുറിച്ചിട്ട് ഒരിക്കലും ആർക്കും ഒന്നും പറയാനുണ്ടാവില്ല. മിക്കപ്പോഴും എടുത്തു പറയാൻ വെച്ചാൽ ആ കീപ്പർ ആ ക്യാച്ച് എടുത്തെങ്കിൽ കളി ജയിച്ചിട്ടുണ്ടാവുന്നു, അല്ലെങ്കിൽ ആ റൺഔട്ട് കറക്റ്റ് ആയിട്ട് കളി ജയിച്ചിട്ടുണ്ടാവുന്നു, അല്ലെങ്കിൽ ആ ബൈസ് കൊടുത്ത റൺസ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കളി ജയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കൂടുതൽ മോശം കാര്യങ്ങളായിരിക്കും ആൾക്കാർ എടുത്തെടുത്ത് പറയുന്നത്. അതുകൊണ്ടാണ് താങ്ക്ലെസ് ജോബ് എന്ന് പറഞ്ഞേക്കുന്നത്. ചാലഞ്ചിങ് ബട്ട് എൻജോയബിൾ. ഇറ്റ് ഹാസ് ഇസ് ഓൺ ചാലഞ്ച്. ഫിസിക്കൽ ചാലഞ്ച് ഇസ് ദാറ്റ്. ഡിഫറെന്റ് സ്കിൽ വൈസ് ചാലഞ്ച് ആവും, ഫിറ്റ്നസ് വൈസ് ചാലഞ്ച് ആവും, മെന്റലി ചാലഞ്ച് ആവും. ഡിഫറെന്റ് ടൈപ്സിലെ ചാലഞ്ചസ് വേരി ചെയ്തുകൊണ്ടിരിക്കും ആസ് എ വിക്കറ്റ് കീപ്പർ പ്ലേയിങ് ഇൻ ഡിഫറെന്റ് കണ്ടീഷൻസ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വിക്കറ്റ്സ്. ഇഫ് യു ആർ പ്ലേയിങ് ദ ലോങ്ങർ വേർഷൻ ഓൾസോ ദ വിക്കറ്റ് കീപ്സ് ചേഞ്ചിങ് ഡേ ബൈ ഡേ. ഇനീഷ്യലി ഫാസ്റ്റ് ബോളേഴ്സിന് ചിലപ്പം കുറച്ച് ഹെൽപ്പ് ഉണ്ടാവും, അതിനുശേഷം ബാറ്റിങ്ങിന് സൂട്ടാവും, അതിനുശേഷം സ്പിന്നേഴ്സിന് സൂട്ടാവും. അതിനൊക്കെ അനുസരിച്ചിട്ട് വിക്കറ്റ് കീപ്പർ വിക്കറ്റും കൂടെ അസസ് ചെയ്തതിന് ശേഷം നല്ല പൊസിഷനിലേക്ക് വരാം. ഓരോ ബോളും എൻ്റെ അടുത്താണ് വരുന്നത് എന്നുള്ള ഇമാജിൻ ചെയ്ത് നിൽക്കാന്ന് പറഞ്ഞാൽ അത്ര ആന്റിസിപ്പേറ്റ് ചെയ്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യം. ഡെഫിനറ്റ്ലി സ്കിൽ സെറ്റ് അവിടെ ചാലഞ്ച് ആവും. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ ഫിറ്റ്നസും ഇറ്റ് ഓൾവേസ് ഗെറ്റ്സ് ചാലഞ്ച്. അത്രമാത്രം സ്കോട്ടും അതേപോലെ തന്നെ സ്പ്രിന്റ്സും എല്ലാം ഇതിൻ്റെ ഇടയിൽ ചെയ്യേണ്ടത്. സോ ഫിറ്റ്നസ് ഓൾസോ പ്ലേസ് എ വെരി വെരി വൈറ്റൽ റോൾ. ആൻഡ് മെന്റലി ഫിറ്റ് ആയിരിക്കണം എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താന്ന് പറഞ്ഞാൽ ഒരു 30-50 ഓവേഴ്സ് അല്ലെങ്കിൽ T20 ഒക്കെ കളിക്കുകയാണെങ്കിൽ നമുക്കറിയാൻ വേണ്ടി പറ്റും ഫ്ലാറ്റ് വിക്കറ്റിലൊക്കെയാണ് കളിക്കുന്നത്. അപ്പൊ മിക്ക ബോളും ബാറ്റിൽ തന്നെ കൊണ്ടുകൊണ്ടിരിക്കും. അപ്പൊ അതിന്റെ ഇടയിലായിരിക്കും 1-2 ബോള് ബാറ്റ്സ്മാൻ മിസ്സാവാൻ അല്ലെങ്കിൽ അടിച്ചെടുക്കാൻ. ആ സമയത്താണ് വിക്കറ്റ് കീപ്പർ കുറച്ചും കൂടി അലേർട്ട് ആയിരിക്കേണ്ടത്. പക്ഷെ ആ സമയത്ത് അലേർട്ട് ആവാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ഓരോ ബോളും വിക്കറ്റ് കീപ്പർ അടുത്ത് വരുന്നത് ആന്റിസിപ്പേറ്റ് നിൽക്കുന്നത് മാത്രമാണ് ഓരോ ക്യാച്ച് അല്ലെങ്കിൽ ബാറ്റ്സ്മാൻ മിസ്സാകുന്ന സമയത്ത് ഒരു വിക്കറ്റ് കീപ്പർക്ക് ബോൾ കളക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ്, മെന്റലി കറക്റ്റ് സ്വിച്ച് ഓൺ സ്വിച്ച് ഡൗൺ പ്രോസസ് കറക്റ്റ് ആയിട്ട് നിൽക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ്. ബട്ട് ഇറ്റ്സ് ഓൾസോ എൻജോയബിൾ, വെരി മച്ച് എൻജോയബിൾ. നല്ല വിക്കറ്റ് കീപ്പിംഗ് കാണൽ തന്നെ ഒരു ബ്യൂട്ടിയാണ്. 30-40 സെക്കൻഡ്സ് ജാക്ക് റസലിന്റെ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ കൊടുത്തു വളരെ ലാഘവത്തോടെ സിമ്പിൾ ആയിട്ട് ഡൗൺ ദ ലെഗ്സ് എല്ലാം പിടിച്ച് സ്റ്റംപ് ചെയ്ത് അങ്ങനെ അങ്ങ് നടക്കണം. ഞാനല്ലേ ഇത് ചെയ്തെന്നുള്ള മട്ടത്തിൽ. അപ്പൊ അത്രയും ലാഘവത്തോടാണ് ചെയ്യുന്നത്. ചില വിക്കറ്റ് കീപ്പേഴ്സ് നമുക്കറിയാം ബാറ്റ്സ്മാൻമാർക്ക് നോക്ക് ചെയ്തുകൊണ്ടിരിക്കണം, ബോളേഴ്സ് ചിലപ്പോൾ റിലീസ് ചെയ്തുകൊണ്ടിരിക്കും. ചില വിക്കറ്റ് കീപ്പേഴ്സ് ഗ്രൗണ്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ വിടൂല. വാട്ട് എവർ സെഷൻ ഇറ്റ് ഈസ്, ദേ വിൽ ബി ബിഹൈൻഡ് us. If you are not giving them catches, they will come to us and say, sir, 50 catches please. So ലവ് യുവർ ഗ്ലൗ ആണ് നമ്മൾ വിക്കറ്റ് കീപ്പറോട് ഫസ്റ്റ് കൊടുക്കേണ്ട അഡ്വൈസ്. വൺസ് ഹി സ്റ്റാർട്ടഡ് ലവിങ് ദ ഗ്ലൗ, എവറി ഡേ ആ ഗ്ലൗ ഇട്ട് ഒരു 50 ക്യാച്ചെങ്കിൽ എടുക്കുക എന്നുള്ളത് ഇതിലേക്ക് മൈൻഡ് സെറ്റിലേക്ക് വിക്കറ്റ് കീപ്പർ വരും. റൈറ്റ്. അൺഫോർച്ചുനേറ്റ്ലി കോച്ച് നെഗ്ലക്റ്റഡ് ഏരിയ. ഇത് കുറെ വർഷങ്ങൾ മുന്നേ ഇട്ടേക്കുന്ന ഒരു പോയിന്റ് ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴുള്ള കോച്ചസ് ഒക്കെ വേണ്ട ഇമ്പോർട്ടൻസ് വിക്കറ്റ് കീപ്പിങ്ങിനും കൊടുക്കണമെന്നുള്ള. ആദ്യകാലങ്ങളിൽ വേണ്ട ഒരു എന്താ പറയാ ഒരു ഫോക്കസ് വിക്കറ്റ് കീപ്പിംഗ് സെഗ്മെന്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ അതിനുള്ള പരിമിതികളും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ നമ്മളെ വിതിൻ ദ കേരള നോക്കുവാണെങ്കിലും അല്ലെങ്കിൽ വിതിൻ ദ കൺട്രി നോക്കുവാണെങ്കിൽ വേൾഡ് വൈഡ് നോക്കുവാണെങ്കിലും കോച്ചിങ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഒരുപാട് മാറി. സോ നമുക്ക് അതിനുള്ള റിസോഴ്സസ് ഉണ്ട്. എല്ലാ ഡിസ്ട്രിക്റ്റിലും 3-4 കോച്ചസ് ഒക്കെ ഉണ്ട്, ക്വാളിഫൈഡ് ആയിട്ടുള്ളതും ട്രെയിൻ ചെയ്യാൻ എക്വിപ്ഡ് ആയിട്ടുള്ളതൊക്കെ. സോ വിക്കറ്റ് കീപ്പേഴ്സ് സ്വാഭാവികമായിട്ട് ഓരോ സ്പെഷ്യലിസ്റ്റും അതിനനുസരിച്ചിട്ടുള്ള ഇമ്പോർട്ടൻസ് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. സോ അൺഫോർച്ചുനേറ്റ്ലി കോച്ച് നെഗ്ലക്റ്റഡ് ഏരിയ എന്നുള്ളത് മുൻകാലങ്ങളിലാണ് നമുക്ക് കണ്ണു അടച്ച് വി ആർ ഇൻ ടു ഇറ്റ്, വി ക്യാൻ 100% അഗ്രി ടു ദാറ്റ് പോയിന്റ്. ബട്ട് നൗ ഡേയ്സ് നമ്മൾ തന്നെ സ്വന്തമായിട്ട് അസസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ 10 വർഷം മുന്നേ കോച്ച് ചെയ്ത സമയത്ത് വിക്കറ്റ് കീപ്പർ എങ്ങനെയാണ് നോക്കിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ 10 വർഷം മുന്നേ വിക്കറ്റ് കീപ്പർക്ക് എത്രമാത്രം നമ്മൾ ട്രെയിനിങ് കൊടുത്തിരുന്നു, അതിൽ നിന്ന് നമ്മളൊക്കെ ഒരുപാട് മാറിയേക്കുന്നുണ്ട്. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് സെൽഫ് അസസ്മെന്റ്. സം വിൽ ടിക്ക് ദ ബോക്സ്, സം വിൽ ക്രോസ് ദ ബോക്സ്, സം വിൽ ഓൾവേസ് സ്റ്റിൽ ഹാവ് ടു ഗിവ് മോർ ഫോക്കസ് ഓൺ ദ വിക്കറ്റ് കീപ്പിംഗ്. വിക്കറ്റ് കീപ്പർക്ക് കുറച്ചും കൂടെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. Right. So in this session we'll be covering the basic thing only for the wicket keeping. Crouch കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുട്ടുമടക്കി ഇരിക്കുക എന്നുള്ളതാണ്. വിക്കറ്റ് കീപ്പർ എങ്ങനെ ഇരിക്കണം എന്നുള്ളത്, അതേപോലെ തന്നെ പൊസിഷനിങ്, എവിടെ പൊസിഷൻ ചെയ്യണം, എങ്ങനെ പൊസിഷൻ ചെയ്യണം എന്നുള്ളത്, ഗ്ലൗ വർക്ക്, ഫൂട്ട് വർക്ക്, കോൺസെൻട്രേഷൻ. അപ്പൊ ഇതില് ക്രൗച്ചിലും ഗ്ലൗ വർക്കിലും ഫൂട്ട് വർക്കിലുള്ള കോമൺ എറേഴ്സും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇതിന്റെ കൂടെ. ക്രൗച്ച്, ഒരു വിക്കറ്റ് കീപ്പർ ഇരിക്കുക എന്ന് പറയുന്നത് കംഫർട്ടബിളും ബാലൻസ്ഡ് ആയിട്ടുമാണ് ഇരിക്കാൻ വേണ്ടിയിട്ട്. 50 overs, 300 balls,
300 സ്കോട്ട് അടിക്കേണ്ടതാണ്, അല്ലെങ്കിൽ 90 overs 540 സ്കോട്ട് അടിക്കേണ്ടതാണ്. അപ്പൊ ഓരോ സ്കോട്ടും കംഫർട്ടബിളും ബാലൻസ്ഡും അല്ലെങ്കിൽ അത് ഒരിക്കലും നല്ല രീതിയിൽ കൺസിസ്റ്റന്റ് ആയിട്ടായിരിക്കും 540 ബോൾസും ഒരേപോലെ സ്കോട്ട് അടിക്കാൻ വേണ്ടിയിട്ട് വിക്കറ്റ് കീപ്പർക്ക് പറ്റില്ല. സോ കംഫർട്ടബിൾ ആയിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള വിക്കറ്റ് കീപ്പിംഗ് ക്രൗച്ചിങ് പൊസിഷൻ അത് ഓരോ ഇൻഡിവിജ്വലിനും ഡിഫറെന്റ് ആയിരിക്കും. ഇതിലിപ്പോ നമ്മൾ ഷോൾഡർ വിത്ത് ഫീറ്റ് അപ്രോക്സിമേറ്റ്ലി ഷോൾഡർ വിത്ത് അപ്പാർട്ട് എന്നൊക്കെ പറഞ്ഞേക്കുന്നുണ്ട്. അപ്പൊ അത് ചിലപ്പം 1-2 ഇഞ്ച് ചില ആൾക്കാർക്ക് കുറച്ച് നാരോ എന്ന സമയത്തായിരിക്കും കംഫർട്ടബിൾ. ചില വിക്കറ്റ് കീപ്പേഴ്സിന് കുറച്ചൊന്ന് സ്ലൈറ്റ് 1-2 ഇഞ്ച് വൈഡ് ആകുന്ന സമയത്തായിരിക്കും കംഫർട്ടബിളും ബാലൻസ്ഡും എല്ലാം. അപ്പൊ നമ്മൾ ബുക്കിൽ പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ലാർജർ പ്ലേയേഴ്സിന്റെ വെച്ച് റിസർച്ച് നടത്തിയിട്ട് അതിൽ ബെസ്റ്റ് പെർസെന്റേജ് ആണ് ബുക്കിൽ എപ്പോഴും എന്ത് ടെക്നിക്ക് ആയിക്കഴിഞ്ഞാൽ അതിന്റെ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് പറഞ്ഞേക്കുന്നത്. സോ അതൊക്കെ പറഞ്ഞേക്കുന്ന സമയത്തും ഓരോ ഇൻഡിവിജ്വലും ഡിഫറെന്റ് ആണെന്നുള്ളത് ആസ് എ കോച്ചസ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മൾ ഈ വരച്ച വരയിൽ തന്നെ നിൽക്കുന്നതിന് പകരം ഓരോ ഇൻഡിവിജ്വലിനെ ആ ഒരു സ്കില്ല് അപ്ലൈ ചെയ്യാൻ വേണ്ടി, സ്കില്ല് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഇപ്പം ക്രൗച്ച് ഞാൻ പറഞ്ഞ പോലെ ഒരു 1-2 ഇഞ്ച് കുറച്ച് വൈഡർ ബേസ് ആയിട്ട് നിന്ന് കഴിഞ്ഞാലും കറക്റ്റ് ബാലൻസോടെ നിൽക്കാൻ പറ്റുന്നുണ്ട്, ഫുട്ട് വർക്കിനൊന്നും ഹാമ്പർ ചെയ്യുന്നില്ല, അതേപോലെ തന്നെ ഗ്ലൗ വർക്കിനും ഹാമ്പർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഫൈൻ. അപ്പൊ അങ്ങനത്തെ ഒരു പ്ലെയറെ നമ്മൾ വീണ്ടും വിളിച്ച് സ്കെയിൽ എടുത്ത് അളന്നിട്ട് ഇവിടെ തന്നെ നിൽക്കണം എന്ന് പറയേണ്ട കാര്യമില്ല. റൈറ്റ്? സോ അഗൈൻ ഐ എം എംഫസൈസിങ് ഇറ്റ് ഷുഡ് ബി കംഫർട്ടബിൾ ആൻഡ് ബാലൻസ് ആൻഡ് ഫിറ്റ് ഷുഡ് ബി approximately shoulder width apart. And weight should be on balls of the feet. വെയിറ്റ് ബോൾസ് ഓഫ് ദ ഫീറ്റിൽ വെക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നാൽ മാത്രമാണ് പെട്ടെന്ന് നിവരാനും അതേപോലെ തന്നെ മൂവ് ചെയ്യാനെല്ലാം ഹെൽപ്പ് ചെയ്യൂ. വെയിറ്റ് ടോസിലേക്ക് പോകുന്ന സമയത്ത് അത് നമ്മളെ ക്രൗച്ചിങ്ങിന്റെ കോമൺ എറേഴ്സിൽ കൊടുത്തേക്കുന്നുണ്ട് 1-2 പോയിന്റ്സ്, ആ സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ വെയിറ്റ് ബോൾസ് ഓഫ് ദ ഫീറ്റ് വെക്കുന്നതിൽ അഡ്വാൻറ്റേജ് എന്ത്, നമുക്ക് പെട്ടെന്ന് നിവരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഫുട്ട് വർക്കിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് വിക്കറ്റ് കീപ്പർ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് വെയിറ്റ് ബോൾസ് ഓഫ് ദ ഫീറ്റ് വെക്കണം എന്ന് പറഞ്ഞേക്കുന്നത്. ഗ്ലൗ മേ ബി പൊസിഷൻ ബിറ്റ്വീൻ ദ ലെഗ്സ് ഇൻ എ വേ വിച്ച് എനാബിൾസ് ദ വിക്കറ്റ് കീപ്പർ ടു പ്രസന്റ് മാക്സിമം സർഫേസ് ഏരിയ. നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, കണ്ണിന്റെ താഴെ വേണം നമ്മൾ ഗ്ലൗ വെക്കാൻ വേണ്ടിയിട്ട്, 2 കൈയും നിവൃത്തി വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. റൈറ്റ്? അപ്പൊ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് പറയാന്ന് വെച്ചാൽ നമ്മുടെ 2 കണ്ണിന്റെ ഇടയിലാണ് മൂക്കുള്ളത്. അപ്പൊ മൂക്കിന്റെ നേരെ സെയിം ലൈനിലായിട്ട് വിക്കറ്റ് കീപ്പിംഗ് ഗ്ലൗ വെക്കുകയാണെങ്കിൽ വി ആർ മേക്കിംഗ് എൻഷുവർ ദ എൻറ്റയർ ബോഡി വെയിറ്റ് ഇസ് ഇൻ ദ ന്യൂട്രൽ പൊസിഷൻ. ഗ്ലൗ കുറച്ച് സൈഡിലേക്ക് പോകുന്ന സമയത്ത്, ഗ്ലൗ ഇപ്പുറത്തെ സൈഡിൽ പോകുന്ന സമയത്ത് അതുകൊണ്ടുള്ള ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്നുള്ളത് വി ക്യാൻ ഡിസ്കസ് ഇൻ ദി നെക്സ്റ്റ് സ്ലൈഡ്. ക്രൗച്ചിനുള്ള കോമൺ എറേഴ്സ് ഇതൊക്കെയാണ് കണ്ടേക്കുന്നത്. വൈഡ് ബേസ്, ഞാൻ നേരത്തെ പറഞ്ഞത് അപ്രോക്സിമേറ്റ്ലി ഷോൾഡർ വിഡ്ത്ത് അപ്പാർട്ട് എന്നാണ്. അതിൽ 1-2 ഇഞ്ച് വാട്ട് എവർ ചെറിയ സ്മോൾ പെർസെന്റേജ് ഓഫ് ഇഞ്ചസ് സ്ലൈറ്റ്ലി വൈഡർ ആകുന്നത്, അൺലെസ് ആൻഡ് അൺടിൽ ഇറ്റ്സ് നോട്ട് അഫക്ടിങ് ദ വിക്കറ്റ് കീപ്പേഴ്സ് ബാലൻസ് ആൻഡ് ഫുട്ട് വർക്ക് വി ക്യാൻ ഗോ വിത്ത് ഇറ്റ്. അതല്ല, വൈഡ് ബേസ് നിൽക്കുന്നതിലൂടെ വിക്കറ്റ് കീപ്പർ ആ ഫുട്ട് വർക്കിനും മുകളിലോട്ട് നിവരുന്നതിനെല്ലാം എന്താ പറയാ ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് സഫീഷ്യന്റ് ആയിട്ട് വരാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ അത് മാറ്റിയെടുക്കണം. ബട്ട് ഹിയർ ഇറ്റ്സ് മെൻഷനിങ് വൈഡ് ബേസ്. ഇപ്പൊ വൈഡ് ബേസ് വിക്കറ്റ് കീപ്പർ നിൽക്കുവാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് അത് വിക്കറ്റ് കീപ്പർ മുകളിലോട്ട് നിവരുന്നതിനും അതേപോലെ തന്നെ വിക്കറ്റ് കീപ്പർ ഫുട്ട് വർക്കിനും എല്ലാം ഹാമ്പർ ചെയ്യും. സോ വൈഡ് ബേസ് കൊണ്ടുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് ഇതാണ്. സോ വി നീഡ് ടു ബാക്ക് ടു ബേസിക്സ്. വെയിറ്റ് ഓൺ ഹീൽസ്, ബോഡി വെയിറ്റ് ഹീൽസിലാകുന്ന സമയത്ത് അഗെയിൻ ഇറ്റ് വിൽ ടേക്ക് ടൈം ടു ഗെറ്റ് അപ്പ് ആൻഡ് ഓൾസോ ഇറ്റ് വിൽ ടേക്ക് ടൈം ടു മൂവ്. ഇപ്പൊ ഡെഫിനറ്റ് ആയിട്ട് നല്ല രീതിയിൽ കീപ്പിംഗ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുള്ളതാണ് ബോഡി വെയിറ്റ് ഹീൽസിൽ വെച്ച്. അപ്പൊ ബോഡി വെയിറ്റ് ഷുഡ് ബി ഓൺ ബോൾസ് ഓഫ് ദ ഫീറ്റ്. ആൻഡ് വെയിറ്റ് ഓൺ ടോസ്, ബോഡി വെയിറ്റ് ടോസിലേക്ക് പോകുന്ന സമയത്ത് എന്ത് പറ്റുന്ന പറഞ്ഞാൽ ബാലൻസ് എഫക്ട് ചെയ്യും ഒബ്വിയസ്ലി. അഗെയിൻ വെയിറ്റ് റീഷിഫ്റ്റ് ചെയ്തിട്ട് വേണം മൂവ് ചെയ്യാനും മുകളിലോട്ടേക്ക് നിവരാനൊക്കെ. അഗെയിൻ ഇറ്റ് വിൽ ടേക്ക് ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് മോർ. ഇറ്റ് ക്യാൻ കോസ് എ മാച്ച്. വൈ ഐ എം സെയിങ് ഇറ്റ് ക്യാൻ cause a match? Because that can be the time wicketkeeper dropping the catch or wicketkeeper dropping stumping chances that can cause the result of the match. So ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് വിക്കറ്റ് കീപ്പർ ബോഡി വെയിറ്റ് ഹീൽസിലായി പോയി അല്ലെങ്കിൽ ടോസിലായി പോയി, അത് മൈനർ ആയിട്ടുള്ള സാധനമാണ്. സോ ഇഫ് യു ആർ ലുക്കിംഗ് ക്ലോസ് ഇൻ ടു ഇറ്റ് വി ക്യാൻ ഐഡന്റിഫൈ വാട്ട് ഈസ് റോങ് വിത്ത് ഇറ്റ്, ആൻഡ് ഇഫ് യു ക്യാൻ വർക്ക് ഓൺ ടു ഗെറ്റ് ഇറ്റ് ബെറ്റർ ദാറ്റ് വിൽ ബി ഗ്രേറ്റ്. റൈറ്റ്? പൊസിഷൻ ഓഫ് ഗ്ലൗസ് നോട്ട് ഇൻ ലൈൻ വിത്ത് ദ നോസ്. അപ്പം നമ്മൾ കണ്ണിന്റെ നേരെ വേണം വിക്കറ്റ് കീപ്പിംഗ് ഗ്ലൗ, ആ സെയിം ലൈനിൽ വേണം വിക്കറ്റ് കീപ്പിംഗ് ഗ്ലൗ വെക്കാന്ന് പറഞ്ഞിട്ട്. അപ്പൊ 2 കണ്ണിന്റെയും സെൻട്രൽ ആയിട്ടാണ് നോസ്. സോ അതുകൊണ്ടാണ് നോസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തേക്കുന്നത്. സോ വിൽ ക്യാൻ സീ ഇറ്റ്സ് ഇൻ ദ എക്സാക്ട് മിഡിൽ പൊസിഷൻ ആൻഡ് വി ആർ എൻഷുറിംഗ് ദ ബോഡി വെയിറ്റ് ഇസ് ന്യൂട്രൽ. വിക്കറ്റ് കീപ്പർ ഇപ്പോൾ റൈറ്റ് ലെഗിന്റെ അടുത്തേക്ക് വിക്കറ്റ് കീപ്പിംഗ് ഗ്ലൗ കൊടുക്കുകയാണെങ്കിൽ
ഗ്ലൗ വെക്കുന്നതാണെങ്കിൽ ബോഡി വെയിറ്റ് കംപ്ലീറ്റ് റൈറ്റ് ലെഗിലേക്ക് പോകും. സോ ഏത് കാലാണ് അൺവെയ്റ്റഡ് ആ കാല് മൂവ് ചെയ്യിക്കാനാണ് എളുപ്പം. സോ ഡെഫിനറ്റ്ലി ഒരു സൈഡിലെ മൂവ്മെന്റ് കുറച്ച് ഹാമ്പർ ആവും. വിക്കറ്റ് കീപ്പർ അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്കാണ് ഗ്ലൗ, അടുത്തേ കാലിന്റെ അടുത്തേക്കാണ് ഗ്ലൗ പൊസിഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബോഡി വെയിറ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് പോകും. എഗെയിൻ ഓൾവേസ് നമ്മൾ നടക്കുന്നതിനാണ് ശരി, നമ്മൾ അൺവെയ്റ്റഡ് ആയിട്ടാണ് നമ്മൾ അടുത്ത കാല് മൂവ് ചെയ്യിക്കുന്നത്. സോ ഇറ്റ് വിൽ ടേക്ക് ടൈം. അൺവെയ്റ്റ് ചെയ്തിട്ട് വേണം ആ സൈഡിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഫുട്ട് വർക്കിനെ ഹാമ്പർ ചെയ്യും. വിക്കറ്റ് കീപ്പർ ഇസ് നോട്ട് പൊസിഷനിങ് ദ ഗ്ലൗ ഇൻ ലൈൻ വിത്ത് ദ നോസ്. സോ ഇതാണ് ക്രൗച്ചിൽ കോമൺ എറേഴ്സ് ആയിട്ട് കണ്ടേക്കുന്നത്. എന്റെ മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ എഴുതിയേക്കാണ്. വർഷങ്ങളോളം എക്സ്പീരിയൻസ് ഉള്ള കോച്ചസ് ഒക്കെ ഇതിലുണ്ട്. അപ്പൊ നിങ്ങളും നിങ്ങളുടെ എക്സ്പീരിയൻസിൽ വിക്കറ്റ് കീപ്പേഴ്സിനെ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കോമൺ എറേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. സോ യു ക്യാൻ ഷെയർ ആഫ്റ്റർ ദ സെഷൻ. നൗ പൊസിഷനിങ് എങ്ങനെ ഇരിക്കണം എന്നുള്ളത് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തു. ഇനി എവിടെ ഇരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന് കുറച്ച് വേരിയബിൾസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ കണ്ടറിഞ്ഞിട്ട് വേണം നിൽക്കാൻ വേണ്ടി. ഫസ്റ്റ് വി ക്യാൻ ഡിസ്കസ് അബൌട്ട് സ്റ്റാൻഡിംഗ് ബാക്ക്. First and most important thing, take a position from where you can see the bowler and the ball from the moment the ball comes into play when the bowler turns to begin his run up. Again, it's a reaction. Bowler എറിയുന്നതിനനുസരിച്ചിട്ടും ബോളർ എറിഞ്ഞ ബോൾ വിക്കറ്റിൽ നിന്ന് എങ്ങനെ ഡീവിയേറ്റ് ചെയ്യുന്നു, ഓഫ് ദ വിക്കറ്റ് എങ്ങനെ വരുന്നത്, അതിനനുസരിച്ചിട്ടൊക്കെയാണ് വിക്കറ്റ് കീപ്പർ റിയാക്ട് ചെയ്യുന്നത്. അപ്പം റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ബാലൻസ് ആൻഡ് കംഫർട്ടബിൾ പൊസിഷനിൽ ഇരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എത്രത്തോളം നന്നായിട്ട് ബോളർ എറിയുന്ന ബോളും വാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും, അത്രത്തോളം റിയാക്ഷൻ നന്നാവും. ബോളർ എറിയുന്ന ബോളും നന്നായിട്ട് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള സാധനം ട്രാക്ക് ചെയ്ത് ബ്രെയിനിലേക്ക് പാസ് ചെയ്യും. അവിടുന്ന് ബോഡി ലിവേഴ്സിലേക്ക് മെസ്സേജ് പാസ് ചെയ്യും, മൂവ് ടു യുവർ റൈറ്റ്, ball is coming above your head, so whatever it is. So proper positioning is very, very important, right? Standing back to fast bowlers, the distance back depends upon the pace of the bowler and the pace of the wicket. ഓരോ ബോളേഴ്സിനും ഡിഫറെന്റ് പേസ് ആയിരിക്കും. നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പം ഫാസ്റ്റ് ബോളേഴ്സ് അല്ലെങ്കിൽ സ്പിന്നേഴ്സ് എന്നൊക്കെ പറയുവാണെങ്കിലും ഓരോ ഫാസ്റ്റ് ബോളറുടെ സ്പീഡും ഡിഫറെന്റ് ആണ്. ഓരോ ഫാസ്റ്റ് ബോളർ എറിയുന്ന ബൗൺസും ഡിഫറെന്റ് ആണ്. ഓരോ ഫാസ്റ്റ് ബോളറുടെ സ്ട്രെങ്ത് ഇൻ സ്വിംഗും ഡിഫറെന്റ് ആണ്. ചില നല്ല ഔട്ട് സ്വിംഗ് ബോളേഴ്സ് ആയിരിക്കും, ചില നല്ല ഇൻ സ്വിംഗ് ബോളേഴ്സ് ആയിരിക്കും. സോ ഓരോ ബോളറും സ്ട്രെങ്ത്തും അല്ലെങ്കിൽ ബോളർ എറിയുന്ന ബോളും ഒക്കെ ഡിഫറെന്റ്. അപ്പൊ ബോളറുടെ സ്പീഡ്, എത്രത്തോളം ബൗൺസ്, ഇതൊക്കെ നമ്മൾ അസസ് ചെയ്യാം. നമ്പർ 1. നമ്പർ 2, വിക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ളതും മനസ്സിലാക്കാം. വിക്കറ്റ് ബൗൺസി വിക്കറ്റ് ആണോ അല്ലെങ്കിൽ ലോ ആയിട്ടാണോ എന്നത്, ആ ഒരു വിക്കറ്റിൽ കുറച്ചധികം കയറി നിൽക്കണോ അല്ലെങ്കിൽ ഒരുപാട് ലാറ്ററൽ മൂവ്മെന്റ് ഉള്ള വിക്കറ്റ് ആണോ, അപ്പൊ ഇതൊക്കെ ഒരു മനസ്സിലാക്കിയിട്ട് വേണം വിക്കറ്റ് കീപ്പർ പൊസിഷൻ ചെയ്യാൻ. അറ്റ് ദ സെയിം ടൈം ideally the ball should be taken waist high on the way down, that is the ball still carrying through but has just started losing its sting. This allows the wicket keeper to cover maximum width. നമ്മൾ ഫാസ്റ്റ് ബോളർ എറിയുന്ന ബോൾ വേസ്റ്റ് ഹൈറ്റിൽ കളക്ട് ചെയ്യത്തക്ക വേണം പൊസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ബോളിന് ഡീസന്റ് ക്യാരിയും വേണം, നേരെ മറിച്ച് അതിന്റെ പേസ് സ്ലൈറ്റ്ലി ഡ്രോപ്പ് ചെയ്യുന്ന രീതിയിലാണ് പൊസിഷൻ ചെയ്യാൻ വേണ്ടി. നമ്മൾ തീരെ മുന്നോട്ട് കയറിയുന്നതിനാൽ നമ്മുടെ ചെസ്റ്റ് ഹൈറ്റിൽ അല്ലെങ്കിൽ തലന്റെ മുകളിലോട്ടൊക്കെ ബോൾ വരും. റിയാക്ഷൻ ടൈം വളരെ സ്ലോ ആയിരിക്കും. വിൽ എൻഡ് അപ്പ് ജാബിങ് ദ ബോൾ. ഹാർഡ് ഹാൻഡ്സ് ആയിരിക്കും കൂടുതൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടി. ബോൾ കയ്യിൽ നിന്ന് ധരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. തീരെ ബാക്കിലോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ക്യാച്ചസ് എടുക്കാൻ വേണ്ടി പറ്റില്ല. 1-2 couple of ബൗൺസസിലായിരിക്കും ഫ്രണ്ടിൽ വരാൻ. ഇഫ് ദ വിക്കറ്റ് കീപ്പർ ഇസ് നോട്ട് equipped to collect those deliveries, then we'll end up losing, giving the byes to the opposite team, right? So next thing is standing up. സ്പിന്നേഴ്സിനെ പൊസിഷൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്? ലെഫ്റ്റ് ഫുട്ട് സ്ലൈറ്റ്ലി ഔട്ട്സൈഡ് ഓഫ് സ്റ്റംപ് while keeping to right-handed batsman also. Not too close to the stumps and not too far away from the stump. 5 centimeter outside the off stump, 2 feet lengths back. എനിക്ക് തോന്നുന്നു ഇതിൽ എഴുതിയേക്കുന്നത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നുണ്ട് സ്പിന്നർക്ക് എവിടെ നിൽക്കണം എന്നുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റ്സിലൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ട ഒരു കോമൺ സെൻസ് അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിക്കറ്റ് കീപ്പർക്ക് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നിന്ന് കഴിഞ്ഞാലും, നമ്മളിപ്പം റൈറ്റ് ഹാൻഡർക്ക് വിക്കറ്റ് കീപ്പർ പൊസിഷൻ ചെയ്യുന്ന ഒരു പിക്ചർ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ആ പൊസിഷനിൽ നിന്ന് കഴിഞ്ഞാൽ റൈറ്റ് ഹാൻഡും ഉണ്ട്. അതായത് ഏത് കൈയാണ്, കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് പറയാം, ഏത് കൈയാണ് സ്റ്റംപിന് വെളിയിലുള്ളത്, അതായത് സ്റ്റംപിന്റെ അടുത്ത് ദൂരെ ഉള്ളത്, ആ കൈ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റംപ് തൊടാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. Then we can make sure he is standing in the right position. So if the wicket keeper is standing to the left-handed batsman, standing up to the left-handed batsman, wicket keeper left hand ആണ് നിയറസ്റ്റ് സ്റ്റംപിന്ന് വെളിയിലുള്ളത്, ദൂരെ ഉള്ളത്. ആ കൈ വെച്ചിട്ട് സ്റ്റംപ് തൊടാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ, എക്സ്റ്റെൻഡ് ചെയ്ത് സ്റ്റംപ് തൊടാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഈ സ്റ്റാൻഡിങ് ഇൻ ദ റൈറ്റ് പൊസിഷൻ. I think it makes sense and I can move forward.
Now glove work, another very very important thing. നല്ല രീതിയിൽ crouching position വന്ന് ബാലൻസും കംഫർട്ടബിൾ ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ട് പൊസിഷൻ ചെയ്ത്. And next comes the glove work. എങ്ങനെ ബോൾ പിടിക്കണം എന്നുള്ളത്. Hands to give the longer the hands to give ball receive ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. The longer the catching period from the time the ball just touches glove to finish leg, the softer the hands appear and the better the rhythm. സോഫ്റ്റ് ഹാൻഡ്സ് വെച്ച് ബോൾ റിസീവ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഗിൽക്രിസ്റ്റിന്റെ ഈ ഒരു പിക്ചർ സൈസ് 1000 words എന്ന് പറഞ്ഞ പോലെ തന്നെ ഇറ്റ്സ് വെരി മച്ച് വിസിബിൾ ഹൗ ഗുഡ് ഈസ് എക്സ്റ്റെൻഡിങ് ആർംസ് ആൻഡ് റിസീവിംഗ് ദ ബോൾ. യു ക്യാൻ സീ ദ ബോൾ ഈസ് ഓൾമോസ്റ്റ് ടച്ചിങ് ടു ഹിസ് ഗ്ലൗസ്. യു ക്യാൻ സീ ഹിസ് ആം, his elbows are slightly flexed. Extension doesn't mean that it's fully extended. In these cases, catching I can usually extension in the sense it should be extended. At the same time, elbows should be slightly flexed. Avadunnu ball receive cheyanu vendadu. So ball will be coming in a good speed, 140 kilometers per hour. So whatever speed it is. So definitely, obvious some speed is behind the ball. So നമ്മൾ ആ കാച്ചിങ് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നതിലൂടെ നമ്മൾ ബോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ ഗ്ലൗവിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. റൈറ്റ്. സോ ഇഫ് യു ക്യാൻ ടോക്കിംഗ് അബൌട്ട് എക്സാമ്പിൾ, നമ്മൾ മതിലേക്ക് ബോൾ എടുത്തെറിയുവാണെങ്കിൽ അത്രയും ഫാസ്റ്റ് ആയിട്ട് എത്രത്തോളം ഫാസ്റ്റ് ആയി എറിയുന്നു അത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് തിരിച്ചു വരും. നേരെ മറിച്ചിട്ട് നമ്മളൊരു നെറ്റിലേക്ക് ബോൾ എറിയുവാണെങ്കിൽ നെറ്റ് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിനെ അബ്സോർബ് ചെയ്യുന്ന കുറച്ച് ബാക്കോട്ടേക്ക് പോയിട്ട്. അപ്പം അവിടെ തട്ടി അവിടെ തന്നെ ഇരിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. കൂടുതൽ ഡിസ്റ്റൻസ് അങ്ങോട്ട് ട്രാവൽ. സെയിം സംഭവം ഇവിടെ ഇതാക്കണം. നമ്മൾ നെറ്റിന്റെ സെയിം സാധനമാണ് ചെയ്യുന്നത്, നമ്മൾ അതിനെ റിസീവ് ചെയ്യുന്നത്. റൈറ്റ്. സോ ഫിംഗേഴ്സ് at 90 degree to the line of the ball. Fingers 90 degree to the line of the ball. So initially when we are approaching a catch, throughout the catch we can't keep the fingers pointing down, right? So initial phase of the catching, when you are approaching the catch, because fingers should be pointing down. So if we can put in the other words, we can say breaking the wrist. Wrist break ചെയ്യാന്നുള്ളതും കൂടെ നമുക്ക് പുതിയ വിക്കറ്റ് കീപ്പേഴ്സിനെ അല്ലെങ്കിൽ യങ് വിക്കറ്റ് കീപ്പേഴ്സിനെ ആസ് എ വെർബൽ ക്ലൂ we can give to the boys. Breaking of the wrist. Okay. Take the ball in line with the inside hip standing back. അപ്പൊ ഫുട്ട് വർക്ക് ബോൾ മൂവ് ചെയ്തിട്ട്, അതായത് വിക്കറ്റ് കീപ്പർ മൂവ് ചെയ്തിട്ട് എവിടെ നിന്ന് ബോൾ കളക്ട് ചെയ്യാന്നുള്ളതാണ് ഈ തേർഡ് പോയിന്റിൽ പറഞ്ഞേക്കുന്നത്. ഇൻസൈഡ് ഹിപ്പിൽ കളക്ട് ചെയ്യാം. ഇൻസൈഡ് ഹിപ്പ് മീൻസ് വെരി വെരി സിമ്പിൾ. ഏത് ഹിപ്പാണ് സ്റ്റംപിന്റെ അടുത്തുള്ളത് ആ ഹിപ്പിന്റെ അവിടെ നിന്ന് കളക്ട് ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ റൈറ്റ് ഹാൻഡഡ് ബാറ്റ്സ്മാന് ഓഫ് സൈഡിൽ ബോൾ വന്നു, ഓഫ് സൈഡിൽ ബോൾ ലീവ് ചെയ്തു. അപ്പം ഒബ്വിയസ് ആയിട്ട് വിക്കറ്റ് കീപ്പർ ലെഫ്റ്റ് ഹിപ്പാണ്. റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ ഓഫ് സൈഡിൽ ബോൾ ലീവ് ചെയ്ത് കഴിഞ്ഞാൽ വിക്കറ്റ് കീപ്പർ കളക്ട് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് ഹിപ്പാണ് ക്ലോസർ ടു ദ സ്റ്റംപ്. റൈറ്റ്. സെയിം റൈറ്റ് ഹാൻഡർ ലെഗ് സൈഡിൽ ബോൾ വന്നു, വിക്കറ്റ് കീപ്പർ ലെഗ് സൈഡിലേക്ക് മൂവ് ചെയ്തു, റൈറ്റ് ഹിപ്പാണ് നിയറർ ടു ദ സ്റ്റംപ്. സോ ഇൻസൈഡ് ഹിപ്പ് മീൻസ് ദ ഹിപ്പ് വിച്ച് ഇസ് നിയറർ ടു ദ സ്റ്റംപ്. So what is the advantage? It is mentioning the book to take the ball in line with the inside hip standing back. So inside ഹിപ്പിൽ കളക്ട് ചെയ്യാൻ വേണ്ടി വിക്കറ്റ് കീപ്പർ ഓൾറെഡി അവിടെ വന്നു കഴിഞ്ഞാൽ, ഓൾറെഡി അവിടെ പൊസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ, വിചാരിച്ചതിനെക്കാട്ടിയും കൂടുതൽ തിക്ക് അടിച്ച് വന്നു, അല്ലെങ്കിൽ വിചാരിച്ചതിനെക്കാട്ടി മൂവ്മെന്റ് ലാസ്റ്റ് മൂവ്മെന്റ് ബോൾ ലേറ്റ് സ്വിംഗ് ചെയ്തു. So wicket keeper can easily collect or catch those deliveries because he is always അവിടെ എത്തി ഓൾറെഡി. സോ ഇൻസൈഡ് ഹിപ്പിൽ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മൂവ് ചെയ്ത് പൊസിഷൻ ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദാറ്റ് വിൽ ഗിവ് ദ അഡ്വാൻറ്റേജ് ഇഫ് ദ തിക്ക് എഡ്ജ് ഇസ് ഹാപ്പനിങ് ഓർ ദ ലേറ്റ് സ്വിംഗ് ഇസ് ഹാപ്പനിങ്. സോ ഇറ്റ് വിൽ ഹെൽപ്പ് ദ വിക്കറ്റ് കീപ്പർ ടു കവർ ദോസ് ഡെലിവറീസ് or receive those deliveries. So you can see some videos. Glove workinനുള്ള ജസ്റ്റ് വീഡിയോ ആണ് സ്പിന്നേഴ്സിന് വെച്ച് ചെയ്യുന്നത്. അഗെയിൻ 2-3 വീഡിയോസ് വെച്ചതേ ഉള്ളൂ. ഐ നോ യു കോച്ചേഴ്സ് ആർ ഡൂയിങ് ഫാന്റാസ്റ്റിക് ജോബ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള കോച്ചസ് ഒക്കെ ഉണ്ട്. വി ആർ ഓൺ മെത്തേഡ്. ഇത് ജസ്റ്റ് ക്യാച്ചർ ബോർഡിൽ ഇട്ടേക്കാണ്. അപ്പൊ ക്യാച്ചർ ബോർഡിൽ നമ്മൾ വീണിട്ട് ഡീവിയേറ്റ് ചെയ്യും. ഓക്കെ. സോ വിക്കറ്റ് കീപ്പർ ഇതേപോലത്തെ ഡ്രില്ലൊക്കെ ചെയ്യുന്ന സമയത്ത് ഫോക്കസ് ചെയ്യേണ്ടത് ടു ഗെറ്റ് ഔട്ട് വിത്ത് ബൗൺസ് ഓഫ് ദ ബോൾ ആൻഡ് ബോളിലേക്ക് ലാസ്റ്റ് മൂമെന്റ് വരെ വാച്ച് ചെയ്യാന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. ഓക്കെ. അതേപോലെ തന്നെ ലാർജർ ഏരിയ ഷുഡ് ബി ബിഹൈൻഡ് ദ ബോൾ. രണ്ട് കൈയും ചേർത്ത് വെക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. റൈറ്റ്. ഇൻ ദിസ് വീഡിയോ വി ക്യാൻ സീ വിക്കറ്റ് കീപ്പർ നിൽക്കുന്ന സമയത്ത് ഫിംഗേഴ്സ് ആർ പോയിന്റിംഗ് ഡൗൺ. റൈറ്റ്. Now this is another video. അപ്പൊ ഈ വീഡിയോയിലൂടെ എന്താണ്
ഗെയിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഇപ്പം റൈറ്റ് സൈഡിലേക്ക് ബോൾ വരുന്ന സമയത്ത് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ബോൾ പിടിക്കാന്ന്. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ബോൾ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് വിക്കറ്റ് കീപ്പർ ഈസ് കവറിങ് ദാറ്റ്. കൂടുതൽ ഏരിയ കവർ ചെയ്യാണ് ചെയ്യുന്നത്, കൂടുതൽ റീച്ച് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഓപ്പോസിറ്റ് ഹാൻഡ് കൊണ്ട് കളക്ട് ചെയ്യാൻ പറ്റും. ഓപ്പോസിറ്റ് ഷോൾഡർ വെച്ച് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും നമ്മൾ. ഓപ്പോസിറ്റ് ഷോൾഡർ വെച്ചിട്ട് റൈറ്റ് സൈഡിൽ ബോൾ വരുന്ന സമയത്ത് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് പിടിക്കുക, ലെഫ്റ്റ് സൈഡിൽ ബോൾ വരുന്ന സമയത്ത് റൈറ്റ് ഹാൻഡ് കൊണ്ട് പിടിക്കുക. സോ ഇതുമെല്ലാം ഡിഫറെന്റ് ഡ്രില്ലാണ്. ഡെഫിനറ്റ്ലി വിൽ ഹെൽപ്പ് ടു ഇംപ്രൂവ് ദ ഗ്ലവ് വർക്ക് ഓഫ് ദ വിക്കറ്റ് കീപ്പർ. Again, I'm just showing you some of the drills. ഇതിലും നല്ല നല്ല ഡ്രിൽസ് ഒക്കെ നിങ്ങൾ ചെയ്യിക്കുന്നുണ്ടാവും. ഓക്കെ, എനിക്കറിയാം. റൈറ്റ്, മാച്ചില് നമ്മളെ അസറുദ്ദീന്റെ കുറച്ച് ഗ്ലവ് വർക്ക് വീഡിയോസ് ആണ്. So we can see distraction is there. The ball is going between bat and pad. അപ്പൊ ഗ്ലവ് വർക്ക് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് വിൽ സ്റ്റാർട്ട് ഓഫ് വിത്ത് സിമ്പിൾ ടു കോംപ്ലക്സ്. വിൽ ഗിവ് സ്ട്രേറ്റ് ഫോർവേഡ് catches to the wicket keeper in his comfortable height, right, in comfortable pace. Then after that we'll give below knee catches, above head catches, we'll give catches to the right. അതേപോലെ തന്നെ നേരത്തെ കാണിച്ച പോലെ തന്നെ catch ബോർഡിൽ catches off the roller. So whatever it is, slowly നമ്മൾ ചാലഞ്ച് ബിൽഡ് ചെയ്ത് വേരി ചെയ്ത് കൊണ്ടുവരുവാണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് റിയൽ മാച്ച് സിറ്റുവേഷനിൽ, റിയൽ മാച്ച് സിനോറിയോയിൽ വിക്കറ്റ് കീപ്പർ നമ്മൾ ട്രെയിൻ ചെയ്യാന്നുള്ളത്. ഒബ്വിയസ്ലി when you are giving catches, no distraction is front of the wicket keeper. Wicket keeper can clearly see the ball from the bat we are hitting. So when he's keeping in the match, batsman is there, bat is there, so many distraction is there. So we need to give simulated practice also. So simulated practice കൊടുക്കുന്ന സമയത്ത് നമ്മൾ മൂവ് ചെയ്ത് കൊടുക്കുക scenarios which is replicating the real match situations, right? വർക്കിനും കോമൺ എറേഴ്സ് ആണ് ഹാർഡ് ഹാൻഡ്സ് പോവാന്നുള്ളത്. കോമൺ എറർ ആണ് ഹാർഡ് ഹാൻഡ്സ് പോവാന്നുള്ളത്. ഹാർഡ് ഹാൻഡ്സിനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് പൊസിഷൻ ചെയ്തില്ലെങ്കിലും ഹാർഡ് ഹാൻഡ്സിനുള്ള ചാൻസസ് കൂടുതലാണ്. വിക്കറ്റ് കീപ്പർ ഇഫ് സ്റ്റാൻഡിങ് ടു ക്ലോസ് ഫോർ എ ഫാസ്റ്റ് ബോളർ, ഒരു വേസ്റ്റ് സൈഡില് ബോളിന്റെ സ്പീഡ് സ്ലൈറ്റ്ലി ബൗൺസ് സ്ലൈറ്റ്ലി ഡിപ്പ് ചെയ്യുന്ന സ്ഥലത്തല്ല പൊസിഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള പൊസിഷൻ ചെയ്യുന്നില്ലെങ്കിൽ ഹാർഡ് ഹാൻഡ്സിലാണ് മിക്കപ്പോഴും എൻ്റെ പേന്ന് കാണാൻ വേണ്ടി സാധിക്കുക. എന്താ വെച്ചാൽ എക്സ്റ്റെൻഡ് ചെയ്ത് ബോൾ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ടൈം ഉണ്ടാവില്ല. ആ സമയത്ത് ഹാർഡ് ഹാൻഡ്സ് എൻഡപ്പ് ചെയ്യും. ആ സമയത്ത് കൂടുതൽ ക്യാച്ചസ് ഡ്രോപ്പ് ആവാൻ വേണ്ടി ബോൾ കയ്യിലിരിക്കാതിരിക്കാനുള്ളൊക്കെ ചാൻസസ് കൂടുതലാണ്. സോ ടെന്നീസ് ബോൾ ക്യാച്ചിങ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, വെരി വെരി എഫക്റ്റീവ്. ഇന്നർ ഗ്ലൗ വെച്ചിട്ട് ഓരോ കൈയിലും വർക്ക് ചെയ്യാന്നുള്ളതും വളരെ ഡോമിനന്റ് ഹാൻഡും സ്ട്രെങ്തൻ ചെയ്ത് കൊണ്ടുവരാൻ, നോൺ ഡോമിനന്റ് ഹാൻഡും സ്ട്രെങ്തൻ ചെയ്ത് ടെന്നീസ് ബോൾ ക്യാച്ചിങ് ഇസ് വെരി എഫിഷ്യന്റ് ടു ഡെവലപ്പ് സോഫ്റ്റ് ഹാൻഡ്സ് and fingers pointing towards the ball. Proper positioning of the glove is very vital to receive the ball. Larger surface area should be behind the ball. It should not, fingers should not be pointing towards the ball. So again, breaking of the wrist is a good verbal clue for the wicket keeper so that he can understand what's exact mean. So where his glove should be presenting, right? But now just in the mind, only two point if the end of the session, if you can throw more common errors or we can discuss, that will be fine. Footwork standing back, two methods of sideways movement, shuffle or kick feet, and crossover methods are there. Two methods cheyunnundu oru kuഴപ്പമില്ല, but definitely and obviously one method has the better advantage than the other. Moving sideways, first and most important thing, it should be traveling in one line or head should be in one plane. So making sure head is steady, the wicketkeeper can watch the ball closely, exactly understand what the ball is coming, right? First we'll discuss about shuffle or cube feet. Adu heel to heel touch ചെയ്ത് മൂവ് ചെയ്യാനാണ് shuffle step കൊണ്ട് ഉദ്ദേശിക്കുന്നത്, right? Most of the wicket keepers will be comfortable with that, but definitely crossover on ഉദ്ദേശിക്കുന്നത് crossing feet over behind each other is for bigger reach on either side. കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് മാക്സിമം ഏരിയ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അഡ്വൈസബിൾ ആയിട്ടുള്ള മെത്തേഡാണ് ക്രോസ് ഓവർ.
ഒരു കാലിന്റെ പിറകെ അടുത്ത കാല് വെക്കുന്നതാണ് ക്രോസ് ഓവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്രോസിംഗ് ഫീറ്റ് ഓവർ ബിഹൈൻഡ് ഈച്ച് അതർ ഫോർ ബിഗർ റീച്ച് ഓൺ either സൈഡ്. രണ്ട് സൈഡിലേക്കും ചെറിയ സമയം കൊണ്ട് ഫാസ്റ്റ് ലാർജർ ഏരിയ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോസ് ഓവർ ടെക്നിക്ക് ഹെൽപ്പ് ചെയ്യും. കീപ്പിംഗ് ഓൺ ദ balls of the feet and move in one plane. Keep the body weight on balls of the feet. It will help the wicket keeper to move quickly. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ഹീൽ ആവുന്ന സമയത്ത് നമ്മളെ ഫുട് വർക്കിന്റെ സ്പീഡിനെ ഹാമ്പർ ചെയ്യും. സോ ബോഡി വെയിറ്റ് ബോൾസ് ഓഫ് ദ ഫീൽഡിൽ വെക്കുന്നതിലൂടെ മൂവ്മെന്റ് ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് കീപ്പിംഗ് ദ ഹെഡ് സ്റ്റഡി ആൻഡ് ഓൾവേസ് സ്റ്റേ ലോ ബൈ ഫ്ലെക്സിംഗ് ദ നീസ്. മുട്ട് ഫ്ലെക്സ് ചെയ്ത് അവിടെ സ്റ്റേബിൾ ആക്കിയിട്ട് വെക്കുക, ഹെഡ് സ്റ്റഡി ആക്കി വെക്കുക. സോ ഇറ്റ് വിൽ ഹെൽപ്പ് ടു അണ്ടർസ്റ്റാൻഡ് or assess what the ball is coming, late ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ടോ, എന്താണ് സംഭവിക്കുന്നത്, എത്രത്തോളം തിക്ക് എഡ്ജ് ആണ്, കറക്റ്റ് ആയിട്ടുള്ള മെസ്സേജ് ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മൾ തല സ്റ്റഡി ആക്കി വെക്കുന്നതിലൂടെ. ഓക്കെ, സ്റ്റാൻഡിങ് ബാക്കിൽ കോമൺ എറേഴ്സ് ആയിട്ട് നമ്മൾ കാണുന്നത് വെച്ചാൽ നോട്ട് മൂവിങ് ഇൻ സ്ട്രൈറ്റ് ലൈൻ. സ്ട്രൈറ്റ് ലൈനിൽ അല്ലാണ്ട് മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആർക്ക് ചെയ്തിട്ട് ഇപ്പം ബാക്കിലോട്ടാക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നതെങ്കിൽ, വിക്കറ്റ് കീപ്പർ മൂവ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പം ക്യാച്ച് ഉള്ളത് മുന്നിൽ ഡ്രോപ്പ് ആകാനുള്ള ചാൻസ് ഉണ്ട്. കുറച്ചും കൂടെ ഫ്രണ്ടിലേക്കാണ് വിക്കറ്റ് കീപ്പർ മൂവ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പം കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് വിക്കറ്റ് കീപ്പറുടെ കയ്യിലേക്ക് ബോൾ വരും. അത് ആ സമയത്ത് നല്ല രീതിയിൽ ഗ്ലൗ ബോളിന്റെ ബാക്കിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. സോ മൂവിങ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ ഈസ് ഓൾവേസ് comfortable and also it help the wicket keeper to collect the catch very comfortably, right? Head not steady, ഹെഡ് സ്റ്റഡി ആക്കി വെക്കേണ്ട ഇമ്പോർട്ടൻസ് എന്താന്നുള്ളത് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞേക്കുന്നുണ്ട്. അപ്പൊ തല സ്റ്റഡി ആക്കി വെക്കാൻ വേണ്ടി നമുക്ക് എങ്ങനെ വിക്കറ്റ് കീപ്പർക്ക് ഒരു വിഷ്വൽ ക്ലൂ കൊടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? സോ വാട്ട് ഐ യൂസ് ടു ഡു, ഞാൻ പറയാം അഗെയിൻ, ഓരോ കോച്ചസിനും അവരുടേതായിട്ടുള്ള ട്രെയിനിങ് മെത്തേഡ്സ് ഉണ്ടോ. പക്ഷെ ഞാൻ എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ട്, അല്ലെങ്കിൽ ഞാൻ വിക്കറ്റ് കീപ്പറെ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് വിക്കറ്റ് കീപ്പർക്ക് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഡ്രില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിബൺ കെട്ടും. വിക്കറ്റ് കീപ്പറെ കൊണ്ട് മുട്ട് ഫ്ലെക്സ് ചെയ്ത് മൂവ് ചെയ്യാനുള്ള പൊസിഷനിലേക്ക് വെക്കും. വിക്കറ്റ് കീപ്പറെ കണ്ണിന്റെ ഹൈറ്റിൽ, അല്ലെങ്കിൽ തലന്റെ ഹൈറ്റിൽ, മൂക്കിന്റെ ഹൈറ്റിൽ റിബൺ വെക്കും, റിബൺ. ഓക്കെ, എന്നിട്ട് ആ റിബൺ നോക്കി അവിടെ തന്നെ കണ്ണ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. ആ റിബണിന്റെ ഹൈറ്റിൽ രണ്ടുപേരെ കൊണ്ട് അപ്പുറം ഇപ്പുറം കൂടിപ്പിക്കും. വിക്കറ്റ് കീപ്പർ സെയിം ലൈന്, സെയിം പ്ലെയിന് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വിക്കറ്റ് കീപ്പർക്ക് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് മൂവ് ചെയ്യാൻ വേണ്ടി പറയും. സോ വി ആർ everyone has their own methods. So we are giving a visual clue for the wicket keeper. We will keep on telling head should be steady, head should be steady while moving. So giving a visual clue for the wicket keeper to will help them to understand എവിടെയായിരിക്കണം, എങ്ങനെയായിരിക്കണം ഹോൾഡ് ചെയ്യേണ്ടത്, റൈറ്റ്? നെക്സ്റ്റ് കം ദ സ്ലോ ഫുട് വർക്ക്. സ്ലോ ഫുട് വർക്ക് മിക്കതും കണ്ടേക്കുന്നത് ബോഡി വെയിറ്റ് ബോൾസ് ഓഫ് ദ ഫീറ്റിൽ അല്ലാതിരിക്കുന്ന സമയത്താണ്. ബോഡി വെയിറ്റ് ഹീൽസിലൊക്കെ ഉള്ള വിക്കറ്റ് കീപ്പേഴ്സിന്റെ ഫുട് വർക്ക് സ്ലോ എന്ന് കണ്ടിട്ടുണ്ട്. ബോൾസ് ഓഫ് ദ ഫീറ്റിൽ ബോഡി വെയിറ്റ് ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്ന മിക്ക വിക്കറ്റ് കീപ്പേഴ്സും നല്ല രീതിയിൽ ഫീൽഡിൽ ക്വിക്കായിട്ട് മൂവ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അഗെയിൻ ഫിറ്റ്നസ് ആൻഡ് ഫീൽഡിംഗ് വിക്കറ്റ് കീപ്പിംഗ് ഇസ് സൈഡ് ബൈ സൈഡ്, ഒരു കോയിന്റെ രണ്ടു വശമാണ്. ഒരുപാട് വിക്കറ്റ് കീപ്പിംഗ് ഫുട് വർക്ക് ഡ്രിൽസും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നത് ഡെഫിനറ്റ് ആയിട്ട് ഇറ്റ് വിൽ ഹെൽപ് ദ വിക്കറ്റ് കീപ്പർ ടു ഡു ഇറ്റ് എഫിഷ്യന്റ്ലി വെൻ ഇറ്റ് ആക്ച്വലി കൗണ്ട്സ്, റൈറ്റ്? അതേപോലെ തന്നെ മൂവ്മെന്റ് ഇനീഷ്യേഷൻ വെരി ഇമ്പോർട്ടന്റ് ആണ്. എസ്പെഷ്യലി തല വെച്ചിട്ട് വേണം ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. വിൽ ഓൾവേസ് ബാറ്റ്സ്മാനോട് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഹെഡ് ആൻഡ് ഷോൾഡർ ലീഡ് വിത്ത് ഹെഡ് ആൻഡ് ഷോൾഡർ എന്നുള്ള. ഹെഡ് ആൻഡ് ഷോൾഡർ ലീഡ് ചെയ്ത് കഴിഞ്ഞാൽ കാല് ബോളിന്റെ ലൈനിലേക്ക്, അല്ലെങ്കിൽ ജസ്റ്റ് ഇൻസൈഡ് ദ ലൈൻ ഓഫ് ദ ബോളിൽ ഫാസ്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യാനുള്ള പെർസെന്റേജ് കൂടുതൽ. സെയിം തിങ് ഹിയർ ഓൾസോ. ഇഫ് യു ക്യാൻ ലീഡ് വിത്ത് യുവർ ഹെഡ്, ദ ബോഡി ഫോളോസ് മച്ച് ഫാസ്റ്റർ ആൻഡ് ഈസിയർ, റൈറ്റ്? Footwork standing up must always keep in reach of the stump, stay down until the ball has pitched. We always used to say to the wicket keepers, get up with the bounce of the ball. Once you are up, once you have come up, it's almost impossible to go down, right? അപ്പൊ താഴേന്ന് മുകളിൽ വരാന്നുള്ളതാണ് എളുപ്പമുള്ള കാര്യം. മുകളിൽ നിന്ന് പെട്ടെന്ന് താഴെ വരാന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം ഗ്ലൗ, വിക്കറ്റ് കീപ്പർ ഗ്ലൗ ബോള് തറയിൽ പിച്ച് ചെയ്യുന്നവരെ, അല്ലെങ്കിൽ വിക്കറ്റിൽ പിച്ച് ചെയ്യുന്നവരെ താഴെ തന്നെ ഇരിക്കുവാണെങ്കിൽ വിത്ത് ദ ബൗൺസ്, എത്രത്തോളം ചിലപ്പോൾ നല്ല ബൗൺസോടെ കൺസിസ്റ്റന്റ് ആയിട്ട് എറിഞ്ഞുകൊണ്ടിരിക്കും. ചില ഓഡ് ബോൾസ് ആയിരിക്കും ചിലപ്പം ഓഫ് ബൗൺസിൽ വരാം. ആ സമയത്ത് ചിലപ്പം കാലിന്റെ ഇടയിലോട്ട് അല്ലെങ്കിൽ ഗ്ലൗവിന്റെ താഴെയോട്ടൊക്കെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഇഫ് ദ വിക്കറ്റ് കീപ്പർ ഇസ് എൻഷുറിംഗ് ഈസ് ഗെറ്റിംഗ് അപ്പ് വിത്ത് ദ ബൗൺസ് ഓഫ് ദ ബോൾ, ഹി ക്യാൻ ഗെറ്റ് ഹിസ് ഗ്ലൗസ് ബിഹൈൻഡ് ദ ബോൾ, റൈറ്റ്? സോ മസ്റ്റ് ഓൾവേസ് കീപ് ഇൻ റീച്ച് ഓഫ് ദ സ്റ്റംപ്സ്, stay down in the ball as pitch. While moving on the leg side to a spinner, moving in straight line, body weight on leg nearer to the stump. നമ്മൾ പറഞ്ഞ പോലെ തന്നെ മുട്ട് ഫ്ലെക്സ്
ചെയ്ത് വെക്കണം, തല സ്റ്റഡി ആക്കി വെക്കണം. Again, most important thing, start the movement with your head. ലീഡ് ചെയ്യുകയാണെങ്കിൽ ഫുട്വർക്ക് എപ്പോഴും ഉള്ള ചാൻസസ് പോകും. വൺസ് ദ ബോൾ ഈസ് മെൻഷൻ ബോഡി വെയിറ്റ് ഓൺ ദ ലെഗ്, ഇപ്പം ബോഡി വെയിറ്റ് ഉള്ളത് വി ക്യാൻ സി ബോൾ കളക്ട് ചെയ്യാണ്. വിക്കറ്റ് കീപ്പറെ ലെഫ്റ്റ് ലെഗിലാണ് ബോഡി വെയിറ്റ് ഉള്ളത്. അപ്പൊ വൺസ് ദ വിക്കറ്റ് കീപ്പർ കളക്ട്സ് ദ ബോൾ, immediately he should shift the body weight to the right leg, which is nearer to the stump, which will help the wicket keeper to stump the ball. Stump ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ സ്റ്റംപിലേക്ക് ഗ്ലൗ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. റൈറ്റ്? വൺസ് ബോൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് ഷിഫ്റ്റിംഗ് ടു ദ നിയറസ്റ്റ് സ്റ്റംപ് ഇസ് ദ കീ. അപ്പൊ ഗ്ലൗ വർക്കും നന്നാവും, ഫാസ്റ്റ് ആവും. ഇത് ജസ്റ്റ് ഒരു ഡിസ്ട്രാക്ഷൻ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ്. സ്റ്റാൻഡിങ് അപ്പിൽ ഡിസ്ട്രാക്ഷൻ, നമ്മൾ നോർമൽ സ്ട്രേറ്റ് ക്യാച്ചസും കാര്യങ്ങളൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഓവർകം ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഡ്രില്ലാണ് ചെയർ വെച്ചിട്ടുള്ളത്. ഓക്കെ, ചെയറിന്റെ അടിയിൽ again ചെറിയ സ്റ്റെപ്പ് വെച്ച് മൂവ് ചെയ്യുന്ന സ്മോൾ ആൻഡ് കംഫർട്ടബിൾ സ്റ്റെപ്പ് ഈസ് ഓൾവേസ് അഡ്വൈസബിൾ. ഇഫ് ദ വിക്കറ്റ് കീപ്പർ ഈസ് ടേക്കിംഗ് ബിഗ് ഓർ ലാർജർ സ്റ്റെപ്പ്, അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് പ്രയാസമായിരിക്കും. ചില വിക്കറ്റ് കീപ്പേഴ്സിന്റെ ഫുട് വർക്ക് സ്ലോ ആണുള്ള ഒരു കാരണം അതാണ്. എന്റെ എക്സ്പീരിയൻസ് മനസ്സിലായ സ്പിന്നേഴ്സിന് ഈ ബ്ലൈൻഡ് സ്പോട്ട് ലെഗ് സൈഡ് എപ്പോഴും ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് ബ്ലൈൻഡ് സ്പോട്ട് വിൽ ബി ദർ. അപ്പൊ ആ ബ്ലൈൻഡ് സ്പോട്ട് ഫാസ്റ്റ് ആയിട്ട് പാസ് ചെയ്യുക എന്നുള്ളതാണ് വിക്കറ്റ് കീപ്പറെ സംബന്ധിച്ചുള്ള ചാലഞ്ച്. ലെഗ് സൈഡിൽ വരുന്ന സമയത്ത് ബ്ലൈൻഡ് സ്പോട്ട് ഫാസ്റ്റ് ആയിട്ട് പാസ് ചെയ്യുക എന്നുള്ളതാണ് വിക്കറ്റ് കീപ്പറെ സംബന്ധിച്ചുള്ള ചാലഞ്ച്. അതിന് വേണ്ടിയിട്ട് ഹെഡ് വെച്ചിട്ട് വേണം മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അറ്റ് ദ സെയിം ടൈം കംഫർട്ടബിൾ സ്ട്രൈഡിൽ വേണം വിക്കറ്റ് കീപ്പർ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. വലിയ സ്ട്രൈഡ് വെക്കുന്ന സമയത്ത് നെക്സ്റ്റ് സ്ട്രൈഡ് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും, ഫുട് വർക്ക് സ്ലോ ആവും. റൈറ്റ്? നൗ അടിപൊളിയായിട്ട് മാച്ചിൽ ഇത് നമ്മുടെ അസറുദ്ദീൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ലെഗ് സൈഡിൽ ഫാസ്റ്റ് ആയിട്ട് 2 സ്റ്റെപ്പ് മൂവ് ചെയ്തു, ഡൗൺ ദ ലെഗ് ടേക്കൺ എ ബ്രില്യൻ ക്യാച്ച്. If you are not practicing properly this skill, especially in the junior cricketers, the club level and all, we'll see this will end up giving a boundary. Down the legs correct ആയിട്ട് മൂവ് ചെയ്ത് പിടിച്ചില്ലെങ്കിൽ നമ്മൾ catching opportunity അവിടെ മിസ്സാണ്. At the same time giving for gift runs to the opposite team. In this video again you can see how good he is moving. He is quickly passing the blind spot. He is moving it 2 quick feet. 2 stride fast ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടി ചെയ്യുന്നത്. അതുകൂടാതെ full surface area is presenting behind the ball. And standing upും common errors ഇതൊക്കെയാണ്. Getting up too early, ബോളിന്റെ ബൗൺസിന്റെ കൂടെ വേണം എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമാണ് ബോൾ എത്രത്തോളം ഓഫ് ദ വിക്കറ്റ് പൊങ്ങുന്നു, അല്ലെങ്കിൽ ബൗൺസ് കുറവാണ്, അതിനനുസരിച്ചിട്ട് ഫുൾ സർഫേസ് ഏരിയ ബോളിന്റെ ബാക്കിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടി പറ്റൂ. ലേറ്റ് ഓൺ ലെഗ് സൈഡ് അഗൈൻ മൂവ്മെന്റ് ഇനീഷ്യേഷൻ കറക്റ്റ് ആയിരിക്കണം, ഫുട് വർക്ക് ബോൾസ് ഓഫ് ദ ഫീറ്റിലായിരിക്കണം, 2 ക്വിക്ക് ഫീൽഡ്സ് ആയിരിക്കണം എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഈ കാര്യങ്ങൾ ബേസിക്സ് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്യുന്നതിലൂടെ ലെഗ് സൈഡ് മൂവ്മെന്റ് ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടും പറ്റും. ഇപ്പൊ ലെഗ് സൈഡ് മൂവ്മെന്റ് എങ്ങനെ ഫാസ്റ്റ് ആക്കണം, എങ്ങനെയായിരിക്കണം മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, കാലെങ്ങനെ പ്ലേസ് ചെയ്യണം, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഇത് ഡീറ്റെയിൽ ആയിട്ട് പോകണമെന്ന് എനിക്ക് തോന്നില്ല. അഗൈൻ ഐ എം ടെല്ലിംഗ്, എന്റെ മനസ്സിൽ തോന്നിയ 1, 2, 3 കോമൺ എറേഴ്സ് ഒക്കെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾക്കും ഇതുണ്ടെങ്കിൽ എൻഡ് ഓഫ് ദ സെഷൻ വി ക്യാൻ ഡിസ്കസ്. നെക്സ്റ്റ് കം ദ കോൺസെൻട്രേഷൻ പാർട്ട്. ഇറ്റ്സ് വെരി വെരി വൈറ്റൽ ഹൗ ദ വിക്കറ്റ് കീപ്പർ ഷുഡ് കോൺസെൻട്രേറ്റ്. We'll be explaining in detail in my next session. Mindset of expert field session, concentration phases ne kurichittokke detail aayittu koduthittunde. We can discuss in detail there. Focus when the ball is live, relax when it is dead. Nammal the sport we are into 6 മണിക്കൂർ കളി അല്ലെങ്കിൽ 3.5 മണിക്കൂർ കളി, 5 days match is one of the longest version. ഇപ്പോൾ ഹോക്കി, ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ, ഇഫ് യു ആർ ടേക്കിംഗ് എനി സ്പോർട്ട്, എല്ലാം ഷോർട്ടർ ഡ്യൂറേഷനിൽ പെട്ടെന്ന് തീരുന്നതാണ്. പക്ഷേ ക്രിക്കറ്റ് 5 ദിവസത്തെ കളി, ഒരു ദിവസം 6 മണിക്കൂർ കളി. അപ്പം ഒരുപാട് സമയം കോൺസെൻട്രേഷൻ സ്മാർട്ടായിട്ട് മാനേജ് ചെയ്യാനുള്ള ഇമ്പോർട്ടൻസ്
ആണ്, അല്ലെങ്കിൽ വിൽ എൻഡ് അപ്പ് മെന്റൽ ഫാറ്റീഗ്. കറക്റ്റ് ആയിട്ട് ആവശ്യമുള്ള സമയത്ത് ഒരു ക്യാച്ച് എടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ബോൾ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോൺസെൻട്രേഷൻ അവിടെ ലാസ്റ്റ് ചെയ്യണമെന്നില്ല. സോ ഓൾമോസ്റ്റ് 90% ഓഫ് ദ ടൈം ദ ഗെയിം വി ആർ ഇൻ ടു ഇസ് ദാറ്റ്. ഒരു ബോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ആകെ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ്സ് ഇറ്റ് വിൽ ടേക്ക് ഓൺലി, ബട്ട് the time taken in between the deliveries, time taken in between the overs, that is large, that is huge. സോ ആ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ളൊരു എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ മൈൻഡ് സെറ്റ് ഓഫ് എക്സ്പെർട്ട് ഫീൽഡിൽ കൊടുത്തിട്ടുണ്ട്. സോ വി ക്യാൻ ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ ദാറ്റ്. Recover from the error quickly by positive thinking and involvement. As a human being, we are born to commit mistake. We are not കമ്പ്യൂട്ടറും ഇടയ്ക്കിടയ്ക്ക് പണി തരാറുണ്ട്, റോബോട്ട് പണി തരാറുണ്ട്. സോ ആസ് എ ഹ്യൂമൻ ബീങ് വി ആർ ഓൾസോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. അതിന്റെ ഇടയിൽ അവിടെ എവിടെയും ചെറിയ ഇതൊക്കെ വരും. സോ മിസ്റ്റേക്സ് വിൽ ഹാപ്പൺ. വി ആർ ഹ്യൂമൻസ്. ദാറ്റ് ഷോസ് വി ആർ ഹ്യൂമൻസ്. മിസ്റ്റേക്ക് സംഭവിക്കാൻ ദാറ്റ് ഷോസ് വി ആർ ഹ്യൂമൻസ്. അപ്പൊ മിസ്റ്റേക്സിന്റെ എണ്ണം അല്ലെങ്കിൽ മിസ്റ്റേക്സിന്റെ ഫ്രീക്വൻസി എങ്ങനെ കുറക്കാന്നുള്ളതാണ് ഒരു പ്ലെയറെ സംബന്ധിച്ചുള്ള സ്മാർട്ട്നെസ്. സോ ഒരു ക്യാച്ചോ അല്ലെങ്കിൽ ഒരു ബൈസോ എന്തെങ്കിലും വിട്ട് കഴിഞ്ഞാൽ വി ഷുഡ് റെക്കഗ്നൈസ് ഇറ്റ്. അത് recognize ചെയ്യുക, accept ചെയ്യുക. We should think what can be done better. Okay, then rehearse for the next delivery and refocus for the next delivery. That's very, very important. So again, I'm telling this can be discussed in detail in my next presentation. Presumed batsman will miss every ball. This is very key. We see a number of wicket keepers who are too good while practicing. നമ്മൾ 100-200 catches, you will not miss a single catch or you will not miss a single delivery. But കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വി സി ദ ബാറ്റ്സ്മാൻ ഇസ് നോട്ട് മിസ്സിംഗ് എനി ഡെലിവറീസ്. എല്ലാ ബോളും മിഡിൽ ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു ആൻറ്റിസിപ്പേഷൻ മിസ്സാനുള്ള ചാൻസ് ആണ്. ഈ ബോളും ബാറ്റ്സ്മാൻ കളിക്കുന്ന വിക്കറ്റ് കീപ്പർ വിചാരിക്കുന്ന സമയത്താണ് സിമ്പിൾ ആയിട്ടുള്ള ബോൾസ് പോലും മിസ് ചെയ്യുന്നത് നമ്മൾ കാണാറുള്ളത്. അപ്പോൾ ഓരോ ബോളും ബാറ്റ്സ്മാൻ മിസ് ചെയ്യും. ഓരോ ബോളും ഞാൻ എടുക്കുന്നുള്ളത് വിചാരിച്ചിട്ട് വേണം ഒരു നല്ല വിക്കറ്റ് കീപ്പർ എപ്പോഴും പൊസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് സെഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലാസ്റ്റ് സെഷൻ എന്ന സമയത്താണ് പ്രത്യേകിച്ചിട്ടും ഒരു വിക്കറ്റ് കീപ്പറെ സ്കിൽ സെറ്റും അതേപോലെ തന്നെ ഫിറ്റ്നസും അതേപോലെ തന്നെ മൈൻഡ് സെറ്റും എല്ലാം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബിക്കോസ് ലാസ്റ്റ് സെഷൻ എന്ന് പറയുന്ന സമയത്ത് ഓൾമോസ്റ്റ് 2.5-4 മണിക്കൂർ, ലാസ്റ്റത്തെ 1.5 hours, ഓൾമോസ്റ്റ് 4.5 hours വിക്കറ്റ് കീപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഒരു സെഷനാണ്. അപ്പം നോർമലി നമുക്ക് വിക്കറ്റ് കീപ്പർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളതെന്ന് വെച്ചാൽ അത് ടീ സെഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന സമയത്ത് ഇത് ഫസ്റ്റ് സെഷൻ എന്ന് തിങ്ക് ചെയ്യും. ഫസ്റ്റ് 1.5 hours മൈൻഡ് സെറ്റിലാണ് ഈ 1.5 hours ഇതാക്കാൻ. അതേപോലെ തന്നെ വി ഷുഡ് ഓൾസോ ഇപ്പൊ ടീ ബ്രേക്ക് കഴിഞ്ഞ് ടീം ഗ്രൗണ്ടിലേക്ക് ഇറങ്ങണം. വി ക്യാൻ ടെൽ ദ വിക്കറ്റ് കീപ്പർ ഇൻ 1.5 hours യു ആർ ദ ക്യാപ്റ്റൻ ഓഫ് ദ ടീം. ക്യാപ്റ്റൻ ഓഫ് ദ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ പോയിട്ട് ഫീൽഡ് സെറ്റ് ചെയ്യലോ അല്ലെങ്കിൽ ബോളിംഗ് ചേഞ്ചസ് വരുത്തലോ അല്ല. We should imagine as a wicket keeper that will gives you more responsibility. അവർ ഓണർഷിപ്പ് കൊടുക്കുകയാണ്, ഇൻവോൾവ്മെന്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ക്യാപ്റ്റൻ ആണെന്നുള്ളത് ചിന്തിക്കുന്നതിലൂടെ. ഓക്കെ, സോ ലീഡ് ബൈ എക്സാമ്പിൾ ഇൻ ഫീൽഡ് ആൻഡ് ട്രെയിനിങ്. So wicket keeper is the heart of the team. In my first presentation on wicket keeping, my first slide was that wicket keeper is the heart of the team. അപ്പം വിക്കറ്റ് കീപ്പർ ഓണം മുന്നിൽ ഓരോ ഡെലിവറീസിന്റെ ഇടയിലും നമ്മുടെ ടീംമേറ്റ്സിനെ ചെയർ ചെയ്തിട്ടും കുറച്ച് മൊറൽ ഡൗൺ ആയിരിക്കുന്ന ആൾക്കാരൊന്നും ബാക്കിൽ പോയി തട്ടിയിട്ടും അതേപോലെ തന്നെ ബിറ്റ്വീൻ ഓവേഴ്സ് ഫാസ്റ്റ് ആയിട്ട് അപ്പത്തനിലേക്ക് മൂവ് ചെയ്തു. ബിക്കോസ് ക്രിക്കറ്റ് ഈസ് പ്ലേയിങ് ദ ടൈം ഫ്രെയിം. കറക്റ്റ് ആയിട്ട് 3.5 മണിക്കൂറിൽ 50 overs എറിയണമെങ്കിൽ ബിറ്റ്വീൻ ഡെലിവറീസ് ബിറ്റ്വീൻ ഓവേഴ്സ് ഒക്കെ ഫാസ്റ്റ് ആയിട്ട് നിൽക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിനൊക്കെ വിക്കറ്റ് കീപ്പർ വേണം മുന്നിൽ നിന്ന് നയിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ മുന്നിൽ നിന്ന് മാച്ചിൽ നയിക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഷുഡ് സ്റ്റാർട്ട് ഡൂയിങ് ദ തിങ്സ് ഫ്രോം ദ ട്രെയിനിങ് ഇറ്റ് സെൽഫ്. വിക്കറ്റ് കീപ്പർ ഒരു ഫീൽഡിംഗ് സെഷനിൽ തന്നെ ഒരു ഫീൽഡിംഗ് സെഷനിൽ ലൈഫ് കൊണ്ടുവരേണ്ടത് നല്ലൊരു വിക്കറ്റ് കീപ്പർ റെസ്പോൺസിബിലിറ്റി ആണ്. ഇഫ് ദ വിക്കറ്റ് കീപ്പർ ഈസ് എൻജോയിങ് ഹിസ് ജോബ്, ഈസ് എൻജോയിങ് ഹിസ് ഗ്ലൗസ്, ഡെഫിനറ്റ് ആയിട്ടുള്ള വിക്കറ്റ് കീപ്പറെ നോയ്സ് എന്ന് പറഞ്ഞാൽ വെറുതെ കമോൺ എന്ന് പറയുന്നതല്ല നോയ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് ഷുഡ് ബി കമ്മിങ് ഫ്രം വിത്തിൻ. ആ ഒരു എൻജോയ്മെന്റ് ബോഡി ലാംഗ്വേജിൽ ശരിക്കും റിഫ്ലക്ട് ആവും. അപ്പൊ ഓരോ മൂവ്മെന്റ്സിനും എന്താ പറയുക അപ്രീഷിയേറ്റ് ചെയ്തും നേരെ മറിച്ചിട്ട് അപ്ലിഫ്റ്റ് ചെയ്യേണ്ട സമയത്ത് അപ്ലിഫ്റ്റ് ചെയ്തും ട്രെയിനിങ് സെഷനിലും അതേപോലെ തന്നെ മാച്ചിലും ഒക്കെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഫ്രണ്ടിൽ നിന്ന് ലീഡ് ചെയ്യേണ്ടത് വിക്കറ്റ് കീപ്പറാണ്. റൈറ്റ്. Now we'll discuss about receiving throws. While receiving throws, always keep the stump between you and the ഫീൽഡ്സ്മാൻ. അപ്പൊ സ്റ്റംപിന്റെ പിറകിൽ വന്ന് ബോൾ പിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ സ്ലൈഡിൽ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ എല്ലാവരും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ടെക്നിക്ക്. റൈറ്റ്. സോ അഡ്വാൻസ് സ്കില്ലും കൂടെ ഉണ്ട്. കളക്ടിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദ സ്റ്റംപ്സ്
നമ്മൾ ഇപ്പോഴത്തെ ഇന്റർനാഷണൽ ക്രിക്കറ്റിലും അതേപോലെ തന്നെ ഡൊമസ്റ്റിക് ക്രിക്കറ്റിലും നല്ല വിക്കറ്റ് കീപ്പേഴ്സ് ഒക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. വിക്കറ്റിന്റെ ഫ്രണ്ടിൽ നിന്ന് ബോൾ പിടിച്ച് സ്റ്റംപിലേക്ക് കുത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഡെഫിനറ്റ് അഡ്വാൻറ്റേജ് ഇസ് ദാറ്റ് വിക്കറ്റ് കീപ്പർ ഇസ് കളക്ടിങ് ദ ബോൾ വിത്ത് ദ മൊമെന്റം ആൻഡ് ഹിറ്റിംഗ് ദ സ്റ്റംപ്. വിത്ത് ദ മൊമെന്റം ബോൾ പിടിച്ച് സ്റ്റംപിലേക്ക് അടിക്കാൻ. സോ ഒരു ഫ്രെയിം എക്സ്ട്രാ അവിടെ കിട്ടുകയാണ് ചെയ്യുന്നത്, ഒരു ഫ്രെയിം എക്സ്ട്രാ. സോ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് എക്സ്ട്രാ ഒരു വിക്കറ്റ് കീപ്പർ നേരത്തെ ബോൾ പിടിച്ച് സ്റ്റംപ് അടിക്കുന്നത്. സോ അഗെയിൻ ഇറ്റ്സ് അഡ്വാൻസ് സ്കിൽ. എല്ലാ വിക്കറ്റ് കീപ്പേഴ്സിനും അത് വർക്ക് ചെയ്യണമെന്നില്ല. സോ നത്തിങ് റോങ് ഇൻ പ്രാക്ടീസിങ്. ട്രെയിനിങ് സെഷനിൽ അത് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഇറ്റ് ക്യാൻ ബി ഗുഡ് ഫോർ സം വിക്കറ്റ് കീപ്പേഴ്സ്. ചില വിക്കറ്റ് കീപ്പേഴ്സിന് അത് തീരെ വർക്ക് ചെയ്യുന്നുള്ള ഒരു അവയർനെസ് വേണം. സ്റ്റംപിന്റെ അവിടെ നിന്ന് പിടിക്കുന്ന സമയത്ത് എന്റെ ആം റീച്ചിൽ തന്നെ സ്റ്റംപ് ഉണ്ടോ എന്നുള്ളതും അതേപോലെ തന്നെ ഏത് സൈഡിൽ സ്റ്റംപ് ഉണ്ടോ എന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള അവയർനെസ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ ഇറ്റ്സ് എ അഡ്വാൻസ് സ്കിൽ. Definitely, if you see good wicket keepers, it will be good if you are working this skill with these wicket keepers, and we should go with it, right? Any run out attempt, നമ്മള് എനിക്ക് തോന്നുന്നു നമ്മൾ ഹോണസ്റ്റ് ആയിട്ട് എല്ലാവരും മനസ്സിൽ കൈവച്ച് പറയുകയാണെങ്കിൽ വിക്കറ്റ് കീപ്പേഴ്സിന് റൺ ഔട്ട് പ്രാക്ടീസ് കൊടുക്കുന്ന പെർസെൻറ്റേജ് കുറവാണ്. ഐ എം നോട്ട് സെയിങ് ദാറ്റ് ഈ ഗ്രൂപ്പിലിരിക്കുന്ന ഈ ഒരു സെഷൻ കണ്ടുകൊണ്ടിരിക്കുന്ന കോച്ചസ് ഒന്നും ട്രെയിൻ ചെയ്യുന്നില്ല എന്നല്ല. യു ഗൈസ് വിൽ ബി ഡൂയിങ് ഫാന്റാസ്റ്റിക് ജോബ്. യു ഗൈസ് വിൽ ബി ഡൂയിങ് ദിസ്. ഞാൻ ജനറലൈസ് ചെയ്ത് പറയുവാണെങ്കിൽ റൺ ഔട്ടിനുള്ള പ്രാക്ടീസ്, സ്പെസിഫിക് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ കുറവാണ്. എൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാം. അപ്പൊ ഇതും നാളെ മാച്ചിൽ നമ്മൾ വിക്കറ്റ് കീപ്പർ അടുത്ത് എക്സ്പെക്ട് ചെയ്യുന്ന സ്കില്ലാണ്. നമ്മളൊരു റൺ ഔട്ട് ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ വിക്കറ്റ് കീപ്പർ ആ റൺ ഔട്ട് ചെയ്തെങ്കിൽ വിൽ ബി ടോക്കിംഗ് ദ സെയിം തിങ്. ആ റൺ ഔട്ട് എടുത്തിട്ടെങ്കിൽ നമ്മൾ കളി ജയിച്ചിട്ടുണ്ടാവും. അപ്പം റൺ ഔട്ടിന് വേണ്ടിയിട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ടു സ്പ്രിന്റ് ടു ദ ബോൾ. ബോളിലേക്ക് സ്പ്രിന്റ് ചെയ്യാന്നുള്ളത്. സ്പ്രിന്റ് ചെയ്യുന്ന സമയത്തിന് ത്രോയിങ് ആമിന്റെ ഗ്ലൗ ഊരുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടെ ബോളിന്റെ അടുത്ത് എത്തി ഗ്ലൗ ഒക്കെ വരുന്ന സമയത്ത് ഇറ്റ് വിൽ ടേക്ക് മോർ ടൈം. സ്പ്രിന്റ് ചെയ്യുന്ന സമയത്തിന്റെ ഗ്ലൗ ഊരുക. ആൻഡ് ആഫ്റ്റർ റിസീവിംഗ് ദ ബോൾ അലൈൻ ഫോർ അക്യുറസി. നമ്മളിപ്പോൾ ഓവർ ആം ത്രോ ചെയ്യുവാണെങ്കിൽ മുന്നത്തെ ഹിപ്പും ഷോൾഡറും ടാർഗറ്റിലേക്ക് അലൈൻ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ഗിവ് മോർ അക്യുറസി. ഇഫ് ഈസ് ഡൂയിങ് അണ്ടർ ആം ത്രോസ് അഗൈൻ ത്രോയിങ് ആമിന്റെ സൈഡിൽ നിന്ന് പിക്ക് ചെയ്ത് നെക്സ്റ്റ് സ്റ്റെപ്പ് ടാർഗറ്റിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്ത് ഇറ്റ് വിൽ ഗിവ് മോർ അക്യുറസി ടു ദ ത്രോ, റൈറ്റ്? അപ്പൊ ഇതുവല്ല സ്പെസിഫിക് പ്രാക്ടീസിന്റെ ഇമ്പോർട്ടൻസ് ആണ് കാണിക്കുന്നത്. ആൻഡ് സ്ലൈഡ് പിക്കപ്പ് ആൻഡ് ത്രോസ് വി നോസ് ഇസ് ദ ഫാസ്റ്റസ്റ്റ് മെത്തേഡ് ടു റിട്രീവ് ദ ബോൾ. ബോൾ ചേസ് ചെയ്ത് പിടിച്ച് തിരിച്ച് ടാർഗറ്റിലേക്ക് അടിക്കാനുള്ള ഫാസ്റ്റസ്റ്റ് മെത്തേഡാണ് സ്ലൈഡ് പിക്കപ്പ് ആൻഡ് ത്രോസ്, റൈറ്റ്? അപ്പൊ ഇതുവല്ല സ്പെസിഫിക് സ്കിൽസ്. നോർമൽ അണ്ടർ ആം ത്രോസ് ജയിക്കണം, ഓവർ ആം ത്രോസ് ജയിക്കണം, സ്ലൈഡ് പിക്കപ്പ് ആൻഡ് ത്രോസ് ജയിക്കണം. അതേപോലെ തന്നെ സ്പ്രിന്റ് ചെയ്ത് സ്റ്റെമ്പിന്റെ ബാക്കിൽ വന്ന് ത്രോ കളക്ട് ചെയ്ത് അടിക്കുന്നത്. അപ്പം അതെല്ലാം എന്താ പറയാ, ആ ഒരു സ്പീഡ് ജഡ്ജ്മെന്റ്, കറക്റ്റ് ടൈമിൽ സ്റ്റംപിന്റെ ബാക്കിൽ പൊസിഷൻ ചെയ്യുന്നത്. അപ്പൊ അതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഇറ്റ്സ് എ സ്ലൈറ്റ്ലി കോംപ്ലിക്കേറ്റഡ് സ്കിൽ. വി നീഡ് ടു സ്പ്രിന്റ് ടു ഗെറ്റ് ബിഹൈൻഡ് ദ സ്റ്റംപ്, റിസീവ് ദ ത്രോ ആൻഡ് സ്ട്രൈക്ക് ദ സ്റ്റംപ്. സോ മൾട്ടിപ്പിൾ സ്കിൽസ് അവിടെ അപ്ലൈ ചെയ്യാണ്. അപ്പൊ അതിന്റെ എല്ലാം നമ്മൾ ബ്രേക്ക് ചെയ്ത് ആദ്യം പ്രാക്ടീസ് ചെയ്യുന്ന സ്കില്ല് ബ്രേക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നു. അതിനുശേഷം 3 സ്കിൽ ഒരുമിച്ച് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇതെല്ലാം സ്പെസിഫിക് പ്രാക്ടീസ് വിൽ ഹെൽപ്പ് ദ വിക്കറ്റ് കീപ്പർ മോർ എക്യുപ്ഡ്. അടുത്തത് എനിക്ക് തോന്നുന്നു എന്റെ ഫസ്റ്റ് പ്രസന്റേഷനിൽ കാണിച്ച വീഡിയോനാണ്. മുഹമ്മദ് അസറുദ്ദീന് മാച്ചിൽ സ്ലൈഡ് പിക്കപ്പ് ആൻഡ് ഡയറക്റ്റഡ് റൺ ഔട്ട് ചെയ്യുന്നത്. Again, it was happened the crucial time. നല്ലൊരു പാർട്ട്ണർഷിപ്പ് വന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു വിക്കറ്റ് കീപ്പർ പ്ലേഡ് ഡിഫൻസ് ദ കളിച്ചുടനെ തന്നെ മനസ്സിലായി അവിടെ വേറെ ഫീൽഡർ ഇല്ല. വിക്കറ്റ് കീപ്പർ തന്നെ ഓടി സ്പ്രിന്റ് ചെയ്ത് എടുത്ത് എറിയേണ്ടതാണ്. ഈ സ്പ്രിന്റ് ടു ദ ബോൾ, slide and throw direct to the stump. It was an amazing skill to watch. One of the most exciting ground fielding aspect ആണ് sliding എന്നുള്ളത്. In this we can see when he's sprinting, he has taken his gloves off. Sprint ചെയ്യുന്ന സമയത്ത് തന്നെ ഗ്ലൗ അവിടെ ഇട്ട്, right, along the ground slide ചെയ്ത് ബോൾ പിക്ക് ചെയ്ത് ഡയറക്റ്റ് ഹിറ്റേഴ്സ്. ഇറ്റ് ക്യാൻ ചേഞ്ച് ദ മാച്ച്. ദിസ് ടൈപ്പ് ഓഫ് തിങ്. നല്ലൊരു പാർട്ട്ണർഷിപ്പ് പോകുന്ന സമയത്ത് ഇതേപോലത്തെ റൺഔട്ട് ആയിരിക്കും അവർ മാച്ച് മാറ്റാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മാച്ചിന്റെ റിസൾട്ട് തന്നെ അവിടെ ആയിരിക്കും ചിലപ്പം മാറി മറിയുന്നത്. ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് സ്കിൽ സ്ലൈഡിങ്. Now it comes to diving. Diving technique is very very important. Keepers should always see diving as the last resort. Diving
ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്ത് മൂവ് ചെയ്തതിനു ശേഷം ഡൈവ് ചെയ്യുന്നതാണെങ്കിൽ മൂവ് ചെയ്ത് ബോൾ കിട്ടൂല എന്ന് കണ്ടതിന് ശേഷമാണ് ഡൈവ് ചെയ്യുക. ഇപ്പൊ നിന്നടുത്തുനിന്ന് ഡൈവ് ചെയ്ത് കഴിഞ്ഞാൽ മൂവ് ചെയ്യാനുള്ള ടൈം ഇല്ല. ഈ ബോൾ ഡൈവ് ചെയ്തിട്ട് പിടിക്കാൻ പറ്റുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ വേണം ഡൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബിഗിനേഴ്സിലെ കണ്ടുവരുന്ന ഒരു പ്രവണത നമ്മൾ ഡൈവിങ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഈസി ആയിട്ട് മൂവ് ചെയ്ത് പിടിക്കേണ്ട ബോളും കൂടെ ചിലപ്പം ഡൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ആ സമയത്ത് ചിലപ്പം ക്യാച്ച് കൊടുക്കും. അപ്പൊ ആ ഒരു ഡൈവിങ് സെൻസും വിത്ത് ദ പ്രാക്ടീസ് നമുക്ക് കൂടുതൽ ബോൾ കളിച്ചു കഴിഞ്ഞാൽ ബാറ്റ്സ്മാനെയും ബോളിന്റെ ലെങ്ത് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എബിലിറ്റി ഡെവലപ്പ് ചെയ്യുന്ന പോലെ തന്നെ ഡൈവിംഗ് സെൻസും ഡെവലപ്പ് ചെയ്യൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡൈവിംഗ് ടെക്നിക്കിനെ കുറിച്ചിട്ട് ഞാൻ ഇതിലൊരു സ്ലൈഡും കൊടുത്തേക്കുന്നില്ല. ഡൈവിംഗ് ടെക്നിക്കിന്റെ ബുള്ളറ്റ് പോയിന്റ്സ് എങ്ങനെയാണ് ഡൈവ് ചെയ്യേണ്ടതെന്നൊക്കെ ലാസ്റ്റ് ഫീൽഡിംഗ് സെഷനിൽ പറഞ്ഞ കാര്യമാണ്. ഓക്കെ, സോ ഡൈവിംഗ് ടെക്നിക് ഇസ് എ വെരി വെരി ഇമ്പോർട്ടന്റ്. ഇന്നത്തെ സിനാരിയോയിൽ നല്ലൊരു വിക്കറ്റ് കീപ്പർ ഡൈവ് ചെയ്ത് നിർബന്ധമായിട്ട് പറഞ്ഞിരിക്കണം. എന്താ വെച്ചാൽ ഹാഫ് ചാൻസസും കൂടെ കൺവേർട്ട് ചെയ്യാണ്ട് ഒരു രക്ഷയില്ല മാച്ചസ് ജയിക്കും. ദാറ്റ് ക്യാൻ ബി ദ ഡിസൈഡേഴ്സ് ഓൾസോ, റൈറ്റ്? അസറുദ്ദീൻ ഡൈവ് ചെയ്ത് ക്യാച്ച് എടുക്കുന്ന വീഡിയോസ് ആണ്. If he is not going to the ball, this ball will not reach to the first leaf fielder. First leaf fielder ക്ക് ആ ബോൾ ഒരിക്കലും എത്തൂല. അപ്പോൾ only option wicket keeper should go for that catch. വിക്കറ്റ് കീപ്പർ ആ ക്യാച്ചിന് പോകാന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഡൈവിംഗ് ക്യാച്ചസ് പ്രത്യേകിച്ചിട്ടും നമ്മൾ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ഡൈവിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് ചെയ്യാം. അതേപോലെ തന്നെ ഡൈവിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ സ്ലിപ്പ് ഫീൽഡേഴ്സിനെ വെച്ചിട്ടും നമ്മൾ ഡൈവിംഗ് പ്രാക്ടീസ് കൊടുക്കണം. ഏത് ക്യാച്ച് ഡൈവ് ചെയ്യണം, ഏത് ക്യാച്ച് ഡൈവ് ചെയ്യണ്ട എന്നുള്ള ആ ഒരു അവയർനെസ്, അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് തന്നെയാണ്. ഇപ്പം ഈ ക്യാച്ച് നമുക്കറിയാം ലോ ക്യാച്ചസ് ആണ് വരുന്നത്. അപ്പം ഫസ്റ്റ് സ്ലിപ്പിൽ ഒരിക്കലും എത്തൂല ഈ ക്യാച്ച്. നേരെ മറിച്ചിട്ട് കുറച്ചും കൂടെ ഹൈറ്റിലാണ് ബോൾ. ഇപ്പൊ അസറുദ്ദീന്റെ വേസ്റ്റ് ഹൈറ്റിൽ അല്ലെങ്കിൽ എബോവ് വേസ്റ്റ് ഹൈറ്റിലൊക്കെയാണ് ബോൾ വരുന്നത്. ചിലപ്പോൾ ആ ക്യാച്ച് ഫസ്റ്റ് സ്ലിപ്പിന് ഡോമിനന്റ് സൈഡിൽ ഈസി ആയിട്ട് കിട്ടുന്ന ക്യാച്ച് ആയിരിക്കും. അപ്പം ഡൈവിംഗ് സ്കില്ല് അതിന്റെ ടെക്നിക്ക് ടീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് സ്കില്ല് ബ്രേക്ക് ചെയ്ത് പഠിപ്പിക്കുക. അത് കൂടാതെ തന്നെ അത് കഴിഞ്ഞ് അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് റിയൽ മാച്ച് സിറ്റുവേഷനിൽ നമ്മൾ ഇടാ സ്ലിപ്പ് ഫീൽഡേഴ്സിനെ വെച്ചതിന് ശേഷം വി ക്യാൻ ഗിവ് ഡൈവിംഗ് ക്യാച്ചസ് ഓൾസോ. അങ്ങനെയാണ് ആ ഒരു സെൻസ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഈ ഷുഡ് അണ്ടർസ്റ്റാൻഡ് വിച്ച് ക്യാച്ച് ഐ ഷുഡ് ഗോ, വിച്ച് ക്യാച്ച് ഐ ഷുഡ് നോട്ട് ഗോ എന്നുള്ളത്, റൈറ്റ്? അപ്പൊ ഇതിനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വിഷ്വൽ ക്ലൂ ഒക്കെ വിക്കറ്റ് കീപ്പർക്ക് കൊടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മൾ സ്ലിപ്പ് ഫീൽഡേഴ്സിനൊക്കെ വെച്ചിട്ട് ഡൈവിംഗ് ക്യാച്ചസ് ആണ് കൊടുക്കുന്നതെങ്കിൽ വി ക്യാൻ അഗെയിൻ ടൈ എ റിബൺ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്, റൈറ്റ്? അപ്പൊ വിക്കറ്റ് കീപ്പർ നമ്മൾ പറയാണ് ഒരു താഴെ ഹൈറ്റിൽ റിബൺ വെച്ച്, റിബണിന്റെ താഴെ ആണെങ്കിൽ വിക്കറ്റ് കീപ്പർ ഷുഡ് ഗോ, റിബണിന്റെ മുകളിലാണെങ്കിൽ ഈ ഷുഡ് ലീവ് സോ ദാറ്റ് ക്യാച്ച് ക്യാൻ ബി ടേക്കൺ ബൈ ദ ഫസ്റ്റ് ലീഫ് ഫീൽഡർ, റൈറ്റ്? സോ അതിനും നമുക്ക് ട്രെയിൻ ചെയ്യാനുള്ള വേരിയബിൾസ് ഉണ്ട്. വിഷ്വൽ ക്ലൂസ് കൊടുക്കാം, സ്കില്ല് ബ്രേക്ക് ചെയ്ത് സ്ലോലി ബിൽഡപ്പ് ചെയ്ത് ഫുൾ ഔട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നതേ ഉള്ളൂ. Low catches, the catches coming in waist height, we can vary. Off his right side, non-dominant side, right? Now protection and equipment, very very important thing. ഈ പിക്ചറിൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും മാർക്ക് ബൗച്ചർ കണ്ണിന് ബെയിൽസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു മിക്കവർക്കും അറിയുന്നതാണ് ഇത്. അപ്പം പ്രൊട്ടക്റ്റീവ് ഗിയർ, ഒരു നല്ല ഹെൽമെറ്റ് ഇട്ടിരുന്നെങ്കിൽ ഐ ഡാമേജ് അവിടെ സംഭവിക്കില്ലായിരുന്നു. അപ്പം കറക്റ്റ് ആയിട്ടുള്ള ബോക്സ്, വിക്കറ്റ് കീപ്പിംഗ് പാഡ്, ഇന്നേഴ്സ്, നല്ല ഗ്ലൗസ്, നല്ല ഹെൽമെറ്റ്, ഇതൊക്കെ ഇടാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. മുൻകാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് വിക്കറ്റ് കീപ്പേഴ്സ്, ഇപ്പൊ ജാക്ക് റസലിന്റെ ഇനീഷ്യൽ സ്ലൈഡിലുള്ള വീഡിയോ തന്നെ അങ്ങേര് പിന്നെ ഹെൽമെറ്റ് ഒന്നും ഇല്ലാണ്ട് ചെറിയ ഹാറ്റ് ഇട്ടിട്ട് സ്മാർട്ടായിട്ട് കീപ്പ് ചെയ്തിട്ടാണ്. പക്ഷെ ഇന്ന് ഗെയിമിന്റെ സിനാരിയോ, ഗെയിമിന്റെ ഡൈനാമിക്സ് മൊത്തത്തിൽ മാറി, വിക്കറ്റ്സിന്റെ കണ്ടീഷൻ മാറി, ബാറ്റ്സ്മാൻമാർ പണ്ടൊക്കെ പോലെ നേരെ ഒന്ന് കളിച്ചുകൊണ്ടിരുന്നു 360 ഡിഗ്രി ഷോട്ട്സ് കളിക്കുകയാണ്, ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാണ്. ആ സമയത്ത് ഡിസ്ട്രാക്ഷൻസ് കൂടിയാണ്. ഓക്കെ, ഒബ്വിയസ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്യുന്നതിലൂടെ അടിച്ചെടുക്കാനുള്ള ചാൻസസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ബി ഓൺ ദ സേഫർ സൈഡ് ഓൾവേസ്, പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ഇസ് വെരി വെരി വൈറ്റൽ. വിക്കറ്റ് കീപ്പിംഗ് കീ പോയിന്റ്സ് നമുക്ക് നോക്കാം. വാസ് ദ ബോൾ ടിൽ ഇറ്റ് സെറ്റിൽ ഇൻ ദ ഗ്ലൗസ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ടെക്നിക്കൽ ആസ്പെക്ട്സ് ഒക്കെ നമ്മൾ കവർ ചെയ്തതിനാലും ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ലാസ്റ്റ് മൊമെന്റ് വരെ ബോൾ വാച്ച് ചെയ്യാന്നുള്ളതും ഗ്ലൗവിലുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്താന്നുള്ളത്. എന്റെ കഴിഞ്ഞ ഫീൽഡിംഗ് സെഷനിലും പറഞ്ഞിട്ടുണ്ട്.
ball number or letters or whatever we can write, and we can tell the wicket keeper to call that number which is coming off when he's receiving the ball. Ball പിടിച്ചതിന് ശേഷം ലാസ്റ്റ് മുകളിൽ കാണുന്ന നമ്പർ എന്താണ്, അല്ലെങ്കിൽ മുകളിൽ കാണുന്ന ലെറ്റർ എന്താണ്, അത് ഉറക്കെ വിളിക്കാൻ വേണ്ടി പറയാന്നുള്ളത്. Then automatically he'll start looking at the ball in his gloves or in his hands. Always expect the batsman will miss the ball and in readiness to collect it. ഓരോ ബോളും എൻ്റെ അടുത്താണ് വരുന്നത്, ഈ ബോൾ അടിച്ചെടുക്കും അല്ലെങ്കിൽ ഈ ബോൾ ബാറ്റ്സ്മാൻ മിസ് ചെയ്യുന്നു വിചാരിച്ചു നിന്നിട്ട് he'll be in the good frame of mind to collect the deliveries. Never be in too much hurry to take off the base to affect stumping or run out. ഇത് മിക്കവാറും കണ്ടേക്കുന്ന വെച്ചാൽ നമ്മളെ അലേർട്ട്നെസ് ലെവൽ, ആ ഒരു ഡിഗ്രി ഓഫ് അലേർട്ട്നെസ് കുറച്ച് മുകളിൽ കിടക്കുന്ന സമയത്താണ് ആ ഒരു ഹറിനെസ് നമ്മൾ എപ്പോഴും കാണും. നമുക്കറിയാം നമ്മളൊരു ഐഡിയൽ പെർഫോമൻസ് സ്റ്റേറ്റ്, നമ്മളെ ബെസ്റ്റ് പെർഫോമൻസ്, നമ്മളെ എന്താ പറയാ ബെസ്റ്റ് റീതം ഇതൊക്കെ കാണുന്നതെന്ന് വെച്ചാൽ നമ്മളെ ഡിഗ്രി ഓഫ് അലേർട്ട്നെസ് അവർ സ്റ്റേബിൾ ആയിട്ടിരിക്കുന്ന സമയം. അത് തീരെ ലോ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മളെ ബെസ്റ്റ് ഒരിക്കലും വരില്ല, തീരെ മുകളിലിരിക്കുന്ന സമയത്തും വരില്ല. അപ്പൊ അവർ എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ ആ സ്റ്റംപ് ചെയ്യാനുള്ള ഹറിനെസ് എപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം ചെയ്യേണ്ട കാര്യം ആദ്യം ചെയ്യുന്നതിന് പകരം ആദ്യം ചെയ്യുന്ന കാര്യം ചെയ്യുന്നതിന് മുമ്പ് അടുത്ത കാര്യം ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത്. അപ്പം മൈൻഡ് സ്റ്റേബിൾ ആയിട്ടിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, റൈറ്റ്? ആ സമയത്തായിരിക്കും ഒരു സ്റ്റംപിംഗ് ചാൻസ് പോകാൻ അല്ലെങ്കിൽ റൺ ഔട്ട് ചാൻസ് മിസ്സാൻ വേണ്ടി. Move laterally in straight line with knees flex and good balance. We have discussed that point. It's a duplication. So I hope you coaches have enjoyed the session. Thank you for the cooperation. എനിക്കറിയാം ഇത് കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. It's kind of refresher course. No new points into it. It's a refresher course basically. And experience വെച്ചുള്ള കുറച്ച് ഓരോ ക്രൗച്ചിനുള്ളിലും പൊസിഷനിങ്ങിനുള്ളിലും ഫുട് വർക്കിനുള്ളിലും കോമൺ അറേസും ആഡ് ചെയ്തിട്ടുണ്ട്. We have discussed those things. And thank you for your patience and cooperations. So if you want to discuss more things, we can discuss. Over to Tinchata. Okay, Masar. Thank you so much. I think it was very informative and, as you said, refreshing course about wicket keeping. Because, as coaches, we were all not wicket keeping. We only, depended on wicket keepers to, do the job behind. And we always trusted them and depended on them. And they, most of the time, they did it so sincerely. So there's a lot of technical aspects that we have discussed, and everything cannot be discussed in this 1 hour or 1.5 hours time. Definitely it will take more time. We have to go and analyze these things, study these things practically, then only we can get a better feedback. But few coaches have asked some good questions which I would like to share in this forum. Okay, Masar, for you, Jitin Francis has asked first, which leg is moving first for leg side collection? Which leg is moving first for leg side collection? Jitin Francis has asked. Jitin Francis. Jitin, thank you for the question. First, നമ്മൾ മൂവ്മെന്റ് ഇനീഷ്യേറ്റ് ചെയ്യേണ്ടത് തലവെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പം റൈറ്റ് ഹാൻഡർ ബാറ്റ് ചെയ്യുന്ന സമയത്ത് ലെഗ് സൈഡിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ലെഫ്റ്റ് ലെഗ് വേണം ആദ്യം, ലെഫ്റ്റ് ലെഗിന്റെ ടോ വേണം നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്യാൻ വേണ്ടി. സോറി, ടോക്കിംഗ് അബൌട്ട് ദ ഫുട് വർക്ക്, ലെഫ്റ്റ് ലെഗ് വേണം ആദ്യം മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. At the same time, if wicketkeeper is moving to the left side for the left-handed batsman, right leg വേണം ആദ്യം മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ബോൾ പോകുന്ന സൈഡിലുള്ള ലെഗ് വേണം ആദ്യം മൂവ് ചെയ്യാൻ. Okay, Masar. ബോൾ പോകുന്ന സൈഡിലുള്ള ലെഗ് വേണം മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. മൂവ്മെന്റ് ഇനീഷ്യേറ്റ് ചെയ്യേണ്ടത് തല വെച്ചിട്ടായിരിക്കണം. Thank you, Masar. One more question. Yes. Justin Fernandez has asked this. Up to the stumps, any trigger movement, okay, from crouch position, like straight lift of quadriceps, whether advisable just before ball pitches? Okay. Another very good question, Justin bhai. Hope you are safe and doing good. Thank you for the question. Trigger movement is exclusively different from individual to individual. ഇപ്പം ബാറ്റിങ്ങിനാണെങ്കിലും ട്രിഗർ മൂവ്മെന്റ് ഉണ്ട്, ഫീൽഡിങ്ങിനാണെങ്കിലും ട്രിഗർ മൂവ്മെന്റ് ഉണ്ട്, എല്ലാത്തിനും ട്രിഗർ മൂവ്മെന്റ് ഉണ്ട്. അഗെയിൻ നമ്മൾ ക്രൗച്ചിന്റെ ബേസിക്കിലേക്ക് ഒരു വിക്കറ്റ് കീപ്പറെ കൊണ്ടുവരുന്നതിന് മുന്നേ ആ ഒരു ട്രിഗർ മൂവ്മെന്റ് വിക്കറ്റ് കീപ്പറെ സ്കില്ല് എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ. ഞാൻ പറയുന്നത് മനസ്സിലാണ്ടെന്ന് വിചാരിക്കുന്നു. വിക്കറ്റ് കീപ്പർ ട്രിഗർ മൂവ്മെന്റ് ഉള്ള വിക്കറ്റ് കീപ്പർ ആണ്. സ്ലൈറ്റ്ലി ക്വാഡ്രിസെപ്സ് മുകളിലോട്ടേക്ക് പൊന്തിക്കുന്ന ഒരു ട്രിഗർ മൂവ്മെന്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഗ്ലൗ താഴെ തന്നെ ഉണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന വിക്കറ്റ് കീപ്പർക്ക് ബോൾ കളക്ട് ചെയ്യുന്നതിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലെങ്കിൽ നമ്മൾ ആ വിക്കറ്റ് കീപ്പറെ
മാറ്റേണ്ട കാര്യമില്ല. ചില വിക്കറ്റ് കീപ്പേഴ്സിന് അങ്ങനെ ചെയ്യുന്നതിലൂടെ താഴെ വരുന്ന ബോൾ കലക്ട് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനത്തെ വിക്കറ്റ് കീപ്പറിനെ നമ്മൾ വീണ്ടും ബേസിക്കിലേക്ക് കൊണ്ടുവരണം. ഇറ്റ് ഡിപെൻഡ്സ് ഫ്രം ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ. ജസ്റ്റിൻ ബൈ. ഓക്കെ മാസ്റ്റർ, താങ്ക് യു. അഗൈൻ ഈ തിങ് ഗ്ലൗ താഴെ തന്നെ ഇരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ്. ക്വാഡ്രിസെപ്സ് പൊങ്ങുന്ന സമയത്ത് ഗ്ലൗ മുകളിലോട്ട് പൊങ്ങാൻ വേണ്ടിയിട്ട് പാടില്ല. ഗ്ലൗ ആയിരിക്കണം ലാസ്റ്റിംഗ് ടു ഗെറ്റിംഗ് അപ്പ്. Okay. Hope it's clear. Justin bhai. Yeah, Mazhar. I think we have a few more minutes left. Within us, we have Deepak CM with us, who is former Kerala wicketkeeper and who's played a long time for our Ranji Trophy level. We have all played together. So I request Deepak to share his inputs in this session, the more on the practical aspects of wicket keeping. Deepak, if you are here, if you can share whatever you could, relate to this session, it will be good. Deepak. Thank you, Mother. Thank you for class. Thank you for inviting. കേൾക്കുന്നുണ്ട് ദീപക്, കണ്ടിന്യൂ. ആ മുഖം കൂടെ കണ്ടാൽ നല്ലതായിരിക്കും. Yeah. Okay. Continue, Deepak. No problem. Okay. ക്ലാസ്സിന്റെ തിയറി പാർട്ട് മദർ ഒരുപാട് നല്ലോണം കവർ ചെയ്തിട്ടുണ്ട്. മദറിന്റെ ഇപ്പം കഴിഞ്ഞ സെഷൻ നമ്മൾ അറ്റൻഡ് ചെയ്തതാണ്. ആ ഒരു മൈൻഡ് സെറ്റ് ഓഫ് ഫീൽഡറിന്റെ അതും നല്ലത്. അപ്പൊ എനിക്ക് കുറെ കാര്യങ്ങൾ പറയാണ്ടായിരുന്നു ആ സൈഡിലാണ്. എനിക്ക് തോന്നുന്നത് മദർ അടുത്ത സെഷനിൽ കവർ ചെയ്യാൻ തോന്നുന്നു. അപ്പം പ്രാക്ടിക്കാലിറ്റി പറയുകയാണെങ്കിൽ ഞാൻ സാധാരണഗതിയിൽ എല്ലാ കീപ്പർമാരോടും പറയാറില്ല. ഞാൻ എന്നോട് സംസാരിക്കുന്ന കീപ്പേഴ്സിനോട് പറയാറുള്ളത് ഒരു സെഷന് വരുമ്പോൾ ആദ്യം വിക്കറ്റ് കീപ്പിംഗ് ഗ്ലൗ എടുക്കുക എന്നുള്ളതാണ്. കാരണം സാധാരണ നമ്മൾ കാണുന്നത് ഒരു സെഷൻ കഴിഞ്ഞിട്ട് വിക്കറ്റ് കീപ്പേഴ്സ് പോയിട്ട് കുറച്ച് ഫീൽഡിംഗ് പ്രാക്ടീസിനിടയിൽ പോയി കുറച്ച് ത്രോസ് ഗ്യാദർ ചെയ്യുക. ഈ ഒരു സാധനം മാത്രമാണ് ചെയ്യാറ്. ചില കീപ്പേഴ്സ് പോയിട്ട് നെറ്റിനകത്ത് കുറച്ച് അപ്രസൻസ് നിൽക്കും. ഇതല്ലാണ്ട് വേറൊരു കീപ്പിംഗ് സെഷൻ വർക്കൗട്ട് ആരുടെയും കാണാറില്ല. മിക്കവാറും ഒരുപാട് സെഷൻസ് കാണാൻ പോയിട്ടുണ്ട്. അപ്പൊ അവിടെ എല്ലാം നടക്കുന്നത് ആ കീപ്പറിന്റെ ഇനീഷ്യേറ്റീവാണ് പറയുന്നത്. ആ ഒരു സ്ഥലം അത് മാത്രമേ ചെയ്യാറുള്ളൂ. കൂടുതലും ഫോക്കസ് ഓൺ ബാറ്റിംഗ് ആയിരിക്കും എന്ന് പറയാൻ നോട്ട് ചെയ്യാം. അപ്പം പലരോടും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും പറയാനുള്ളത് കീപ്പേഴ്സ് നമ്മുടെ ടീമിൽ ഉണ്ടെങ്കിൽ അവരോട് ഫസ്റ്റ് വിക്കറ്റ് കീപ്പിംഗ് ഗ്ലൗവിനെ എടുത്ത് പുറത്ത് വെക്കുക എന്നുള്ളതാണ്. വിക്കറ്റ് കീപ്പിംഗ് ചെയ്ത് കഴിഞ്ഞ് ബാക്കി സെഷൻസിലേക്ക് പോവുക. കീപ്പിംഗ് മൈൻഡ് സെറ്റ് കീപ്പിംഗ് ചെയ്യാൻ തുടങ്ങിക്കഴിയുമ്പോൾ അത് എൻജോയ് ചെയ്യാം. നമ്മൾ ചെയ്യാത്തതുകൊണ്ടാണ് പലപ്പോഴും ആ ഒരു എൻജോയ്മെന്റ് വരാത്തത്. കാരണം മാച്ചസിൽ പ്രിപ്പയർഡ് അല്ലാണ്ട് പോകുമ്പോൾ കാണാൻ നമ്മൾ പ്രിപ്പയർഡ് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപാട് ഫ്ലോസ് വരാം. മാച്ചസിൽ ഒന്നിട്ട് സ്റ്റംപിങ് പോകാം, ക്യാച്ച് പോകാം. അതോടുകൂടി വളരെ അപ്സെറ്റ് ആവാം നമ്മുടെ മൈൻഡ് സെറ്റ്. കാരണം അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജ് എന്ന് വെച്ചാൽ നമ്മൾ പ്രിപ്പറേഷൻ ഇല്ലാണ്ട് പോകുന്നതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ ആ പ്രിപ്പയർ ചെയ്യാണ്ട് പോയി നേരെ മാച്ചിൽ പോയി 2 ക്യാച്ച് വിടുന്നു. അതോടുകൂടി നമ്മൾ തകർന്നു പോകും. പിന്നെ കീപ്പിംഗ് വേണോ, പിന്നെ ടീമിന്റെ ആവശ്യം, നമ്മുടെ ടീമിൽ ഒരു കീപ്പറായിട്ട് പോകണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ പോയി നമ്മൾ കീപ്പ് ചെയ്യും. ആ ഒരു സ്ഥാനം നിലനിർത്താൻ ടീമിൽ വേറെ കീപ്പറില്ലാന്നുള്ളത്. പക്ഷെ നമുക്ക് അതില്ലാണ്ട് ആ സ്റ്റേജിലേക്ക് പോകാണ്ട് വെൽ പ്രിപ്പയർഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഓരോ മാച്ച് തോറും നമുക്ക് ഇമ്പ്രൂവ് ചെയ്തും എൻജോയ് ചെയ്തും വരാം. കൂടുതൽ നമുക്ക് ചെയ്യാൻ തോന്നുന്നു. 2 നല്ല ക്യാച്ച് എടുത്ത് കഴിഞ്ഞാൽ തോന്നുന്നു ഓക്കെ എനിക്ക് ഇനിയും കുറച്ചും കൂടെ വർക്ക് ചെയ്താൽ ഇനി ആ ഒരു ഏരിയ കൂടെ കവർ ചെയ്യാം. അപ്പൊ ആ ഒരു മൈൻഡ് അതിലേക്ക് കൊണ്ടുവന്ന് പ്രാക്ടീസിലും അത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ നോക്കിയാൽ, പ്രാക്ടീസിൽ തുടങ്ങാൻ നോക്കിയാൽ നല്ലതായിരിക്കും. അപ്പൊ ഒരു കീപ്പറിന്റെ നമ്മളൊരു കീപ്പറിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ആ കുട്ടിയോട് പറയാം നമുക്ക് ആ ഗ്ലൗ എടുക്കുക, ചെക്ക് കീപ്പിംഗ് ഗ്ലൗസ്, സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ എ കീപ്പിംഗ്. അതാണൊരു ഇത് തോന്നിയിട്ടുള്ളത് മിക്കവാറും. പിന്നെ ഒരുപാട് നമുക്കെല്ലാം ഉള്ളൊരു ഡിസഡ്വാൻറ്റേജ് ഞാൻ കളിച്ചിരുന്നപ്പോൾ നമുക്ക് ആരും ഒരു ഗോ ടു മാൻ ഉണ്ടായിരുന്നില്ല കീപ്പിംഗ് തിയറി അറിയാനോ. നമുക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇന്നത് വർക്ക് ചെയ്യാം, പക്ഷെ എന്താ ചെയ്യേണ്ടതെന്ന് ആർക്കും അറിയില്ല. നമ്മൾ തന്നെ ട്രൈ ചെയ്യുക പ്രാക്ടീസിൽ. ഇപ്പൊ അതല്ല, മദർ പറഞ്ഞ പോലെ ഒരുമാതിരി എല്ലാവർക്കും ബേസിക്സ് ഒക്കെ അറിയാം. അപ്പൊ നമ്മളുടെ ബേസിക്സ് അറിയാവുന്നത് അപ്പൊ ആ കുട്ടിയോടും പറയാം ഈ ബേസിക്സ് ആദ്യം വർക്ക് ചെയ്യുക. ബേസിക്സ് അറിഞ്ഞാലും ആ കുട്ടിയോട് പറയാം ബേസിക്സിൽ തുടങ്ങുക. ഒരു പ്രാക്ടീസ് സെഷൻ വരുമ്പോൾ വീണ്ടും ഗ്ലോ വർക്കിൽ ഈ ഗ്ലോ വർക്ക് അറിയാൻ ചെയ്യേണ്ടെന്നുള്ളതല്ല. പക്ഷെ ആ ഗ്ലോ ഒക്കെ ചെയ്തത് ഒരു റിതമാണ്. ഫാസ്റ്റ് ബോളിംഗിൽ ഒരു റണ്ണപ്പിലെ റിതം പോലെ തന്നെ ഒരു റിതം ഡെവലപ്പ് ചെയ്യാനുള്ള കിപ്പിംഗും ആവശ്യമാണ്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കുട്ടികളെ പറഞ്ഞ കീപ്പറിനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമുണ്ടാവും. താങ്ക് യു ഓൾ ഫോർ ദി wonderful sessions that have been going on. Tinu, thank you very much. Mazhar, good to see you. Hope all of you are safe. Stay safe. Thank you. Thank you, Deepak. Thank you so much. I think it's very valuable points on Deepak added. Preparation, keepers ചെയ്യേണ്ട പ്രിപ്പറേഷൻ അത് ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെന്റിനെ പോലെയും കീപ്പറും അവരുടെ പ്രാക്ടീസിൽ ശ്രദ്ധ കൊടുത്ത് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമാണ്. ബേസിക്സിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഓൾവേസ് കം ബാക്ക് ടു ദ ബേസിക്സ്.
എപ്പോഴും നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. ദീപക് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിലൂടെ ഷെയർ ചെയ്തത് വളരെ സന്തോഷം. താങ്ക് യു ദീപക്. Mazhar, you have one more question from Arun NB. Okay. So that ഇങ്ങനെയാണ് ചോദിക്കുന്നത്, should the same positioning against off spinner and leg spinner? Off spinner and leg spinner positioning same ആണോ? Yeah, another very good question, Arun bhai. Unmute അല്ലേ? കേൾക്കാലോ? Yes. Another very good question, Arun bhai. ഓഫ് സ്പിന്നർക്കും ലെഗ് സ്പിന്നർക്കും ഒരേപോലെ തന്നെ പൊസിഷൻ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ പൊസിഷനിങ്ങിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്ത സമയത്ത് മെൻഷൻ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ വിക്കറ്റ് കീപ്പർ നിന്ന് കഴിഞ്ഞാൽ സ്റ്റംപിന്റെ അടുത്ത് ദൂരെയുള്ള കൈ, ഇപ്പൊ റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാന് വിക്കറ്റ് കീപ്പ് ചെയ്യുന്നത്, റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ ആണ് വിക്കറ്റ് കീപ്പിംഗ് നിൽക്കുന്നതെങ്കിൽ റൈറ്റ് ഹാൻഡ് എക്സ്റ്റെൻഡ് ചെയ്തതിനാൽ സ്റ്റംപിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡർക്കാണ് വിക്കറ്റ് കീപ്പിംഗ് നിൽക്കുന്നത്, അവിടെ നിന്ന് കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ്, അതായത് സ്റ്റംപിന്റെ അടുത്ത് വെളിയിലുള്ള കൈ അല്ലെങ്കിൽ ദൂരെയുള്ള കൈ റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബോൾ പിടിക്കാൻ വേണ്ടി പറ്റുന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ലെഗ് സ്പിന്നർ കൺസിസ്റ്റന്റ് ആയിട്ട് നല്ല ബോൾ തിരിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാ ബോളും നല്ല കൺസിസ്റ്റന്റ് ആയിട്ട് തിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്ലൈറ്റ് ആയിട്ട് 1 or 2 inches കുറച്ച് വെളിയിലോട്ട് നിൽക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ബാക്കി ഇപ്പൊ ഓഫ് സ്പിന്നർ അയക്കാനും ശരി, അല്ലെങ്കിൽ തീരെ ടേണില്ലാണ്ട് സ്ട്രൈറ്റ് റൈറ്റ് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ബോളേഴ്സ് അയക്കാനും ശരി, ആ ബോളേഴ്സിനൊക്കെ നേരെ കറക്റ്റ് എവിടെയാണ് നിന്നുകൊണ്ടിരുന്നത് അവിടെ നിന്ന് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ നിൽക്കുന്നതാണ് വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ളത്. ലെഗ് സ്പിന്നർ കൺസിസ്റ്റന്റ് ആയിട്ട് നല്ലോണം തിരിക്കുന്ന സമയത്ത് ഒരു പൊടിക്ക് കുറച്ച് വെളിയിലോട്ട് നിന്നാൽ കുഴപ്പമൊന്നുമില്ല. ബട്ട് ഓൾസോ എൻഷുവർ സ്റ്റംപിങ് ചാൻസസ് ഉണ്ട്, ബോൾ കളക്ട് ചെയ്തതിനാൽ ആം റീച്ചിൽ തന്നെ സ്റ്റംപ് ഉണ്ട് എന്നുള്ളത് എഗെയിൻ അവിടെ ഉറപ്പുവരുത്തേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ അതൊരു എന്താ പറയുക മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വല്ല ബേസിക് ഐഡിയ എന്ന് പറയുന്നത് ആം റീച്ചിൽ സ്റ്റംപ് ഉണ്ടായിരിക്കുന്നതാണ്. സ്ലൈഡ് എവേ ടേണേഴ്സിന് സ്ലൈറ്റ് ഇഞ്ചസ് വെളിയിൽ നിൽക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. എഗെയിൻ ഇറ്റ്സ് എ അഡ്വാൻസ് സ്കിൽ. നമ്മൾ ബിഗിനേഴ്സിനെ ടീച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബേസിക് തന്നെ ടീച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അവിടെ നിന്ന് പ്രോപ്പർ ആയിട്ട് ബ്രില്യന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വിക്കറ്റ് കീപ്പേഴ്സിന് ഈ ഒരു സാധനം, ഈ ഒരു സ്മോൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നതിലൂടെ അവന് അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ ഇത് സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. താങ്ക് യു. ഐ തിങ്ക് ഇറ്റ് വാസ് എ വെരി ഗുഡ് സെഷൻ. വളരെ ടെക്നിക്കൽ പോയിന്റ്സ് കവർ ചെയ്തു. പ്രാക്ടിക്കലായിട്ട് നമുക്ക് നല്ല ഇൻഫർമേഷൻ ദീപകിന്റെ നിന്ന് കിട്ടി. സോ ഇറ്റ് ഇസ് എ വെരി ഇന്ററാക്റ്റീവ് സെഷൻ. So good, even though participants in Koravana, so few of them have missed. Anyway, next session, our next session adutha Monday aayirikum. We are heading into another topic, very important topic called spin bowling. Okay, so spin bowling Shashidharan sir aanu cover cheyyunnathu. Appo Pinchata ഒരു ക്വസ്റ്റ്യനും കൂടെ കാണുന്നുണ്ട്. പ്രതീഷ് ഭായിന്റെ ഒരു ഞാൻ ചോദിക്കാം. എനി അതർ സ്പെഷ്യൽ സജഷൻസ് ഫോർ വിക്കറ്റ് കീപ്പേഴ്സ് വെൻ സ്റ്റാൻഡിംഗ് അപ്പ് ഫോർ മീഡിയം പേസേഴ്സ്? First of all, Pradesh bhai, thank you for the question and good to see the effort you are putting in the lockdown days. Also, Facebook il ഒരുപാട് നല്ല വീഡിയോസ് എല്ലാം നിങ്ങൾ തന്നെ റോൾ മോഡൽ ആയിട്ട് ഡൈവ് ചെയ്യുന്ന കാച്ചസിന്റെ ഒക്കെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. I appreciate that sincere effort. Well done and thank you for the question. See, വിക്കറ്റ് കീപ്പേഴ്സ് മീഡിയം പേസേഴ്സിന് മുന്നിൽ കയറി നിൽക്കുക എന്നുള്ളത് ഇന്നത്തെ ഗെയിം സിനാരിയോയിൽ വളരെ ഇമ്പോർട്ടന്റ്. എന്ന് വെച്ചാൽ ബാറ്റ്സ്മാൻമാർ പല ട്രിഗർ മൂവ്മെന്റ് അല്ലെങ്കിൽ ക്രീസിന്റെ വെളിയിൽ വന്നിട്ട് ബാറ്റ് ചെയ്യുന്നൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അവര് കംഫർട്ട് സോണിൽ നിന്ന് തിരിച്ചിങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് വിക്കറ്റ് കീപ്പർ സ്റ്റംപിന്റെ അടുത്ത് പോയിട്ട് നിൽക്കുക എന്നുള്ളത്. ചില വിക്കറ്റ് കീപ്പേഴ്സ് ചില ബാറ്റ്സ്മാൻമാർ ഫാസ്റ്റ് ബോളേഴ്സിന് ഇറങ്ങി കളിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അവരെ റിതം ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വിക്കറ്റ് കീപ്പർ അപ് ടു സ്റ്റംപ് വന്നു കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആണ്. അപ്പൊ അതിന് ഫസ്റ്റ് ആയിട്ട് വേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അഗെയിൻ ഇറ്റ് കംസ് ഇൻ മൈൻഡ് സെറ്റ് ആണ്. അവിടെ മുന്നിൽ പോയിട്ട് ഞാൻ നിൽക്കുന്നുള്ള ഒരു മൈൻഡ് സെറ്റ്, അത് നിൽക്കാനുള്ള ഒരു ധൈര്യം വിക്കറ്റ് കീപ്പർക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ ഇറ്റ് ഷുഡ് ബി കമ്മിങ് ഫ്രം വിത്തിൻ. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ വിക്കറ്റ് കീപ്പർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിന് എനിക്ക് തോന്നുന്നു വിക്കറ്റ് കീപ്പേഴ്സ് അപ് ടു സ്റ്റംപ് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇന്റൻഷൻ കാണിക്കുന്നുള്ളതാണ്. അപ്പം അഗെയിൻ അപ് ടു സ്റ്റംപ് നിൽക്കുന്ന സമയത്തും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇതാണ്, ലാസ്റ്റ് മൂവ്മെന്റ് വേണം നമ്മൾ. should always get up with the bounce of the ball, right? നേരത്തെ നിവരുന്ന സമയത്ത് if the ball is keeping low, wicket keeper ending up missing the ball. Always end up with the get up with the bounce of the ball. അതുപോലെ ലാസ്റ്റ് മൂവ്മെന്റ് വരെ ബോൾ വാച്ച് ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. മീഡിയം പേസേഴ്സിന് അപ് ടു സ്റ്റംപ് നിൽക്കുന്ന സമയത്ത് ബോൾ മൂവ് ചെയ്യും.
അപ്പം ടെന്നീസ് ബോളിന്റെ ഒരു സൈഡ് ടേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ടേപ്പ് ചെയ്ത് നമ്മൾ ടെന്നീസ് റാക്കറ്റിലോ അല്ലെങ്കിൽ ചുമ്മാ നമ്മൾ ത്രോ ഡൗൺ ഒക്കെ എറിയുന്ന സമയത്ത് ബോൾ സ്വിങ് ചെയ്യും. അപ്പൊ മീഡിയം പേസേഴ്സിന് മാച്ചിലുള്ള സാധനം നമ്മൾ പ്രാക്ടീസ് സെഷനിൽ റിപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. എഗെയിൻ നമ്മൾ നോർമലും നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം, ഡൗൺ ദ വിക്കറ്റ്സും നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, ആ സ്കില്ല് ഡെവലപ്പ് ചെയ്തതിന് അതിന്റെ അടുത്ത സ്റ്റെപ്പായിട്ട് ബാറ്റ്സ്മാനെ വെച്ചതിന് ശേഷം നമ്മൾ ത്രോ ഡൗൺസ് കൊടുക്കാൻ വേണ്ടി നോക്കുക, അല്ലെങ്കിൽ ടെന്നീസ് റാക്കറ്റിൽ ടെന്നീസ് ബോൾ വെച്ചിട്ട് അടിക്കാൻ നോക്കുക, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോൾ ഇസ് ഓൾസോ അനദർ വെരി ഗുഡ് സജഷൻ ടു ട്രെയിൻ ദ വിക്കറ്റ് കീപ്പർ ഹു സ്റ്റാൻഡിംഗ് അപ്പ് ഫോർ ദ മീഡിയം പേസസ്. ഇറ്റ് വിൽ ഓൾസോ സ്വിംഗ്. ഓക്കെ, അപ്പൊ നമ്മൾ ബേസിക്സിൽ തന്നെ സ്റ്റിക്ക് ചെയ്യുക. ബേസിക്സിൽ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം അതിന്റെ കൂടെ തന്നെ വിക്കറ്റ് കീപ്പർക്ക് ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡ്രിൽസും നമ്മൾ അതിന്റെ മുകളിൽ ബിൽഡപ്പ് ചെയ്യും. അപ്പോൾ മീഡിയം പേസേഴ്സിന്റെ ബോൾ സ്വിങ് ചെയ്യുന്നത് നല്ല രീതിയിൽ കോപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ടെന്നീസ് ബോളിന്റെ വൺ സൈഡ് ടൈപ്പിംഗ് ഓഫ് ദ ബോൾ, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബോൾസ്. അപ്പോൾ ഇത് നമ്മൾ മാച്ചിലേക്ക് പഠിച്ച സ്കില്ല് റിപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഹോപ്പ് ഇറ്റ് മേക്ക് സെൻസ്. പ്രതീഷ് ഭായ്. യെസ്, താങ്ക് യു മസർ. ഞാൻ ആ ക്വസ്റ്റ്യൻ കണ്ടിരുന്നില്ല. Okay, anyway, it was very useful session, I should say, and hope you're all safe and healthy in your places. Please take care. കുറച്ച് നാളും കൂടെ നമ്മൾ കെയർഫുൾ ആയിട്ട് ഇരിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ കുട്ടികളെ, നമ്മുടെ അടുത്ത് കോച്ച് ചെയ്യാൻ വരുന്ന കുട്ടികളുടെ ആരോഗ്യം നമ്മുടെ തന്നെ ചുമതലയാണ്. അപ്പം അതും നമ്മൾ കെയർഫുൾ ആയിട്ട് ഇരിക്കണം. സോ hope we can see you on Monday. All right, so thank you so much for joining in and your cooperation. All the very best, coaches. Thank you. Thank you. Thank you, Mazhar, once again. Thank you.